എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചലച്ചിത്രമേളയിൽ ദേശീയഗാന വിവാദം കൊഴുക്കുന്നു. തിയേറ്ററിനകത്ത് കയറി പ്രതിനിധികളെ അറസ്റ്റ് ചെയ്താൽ മേള നിർത്തിവെക്കുമെന്ന് കമൽ. എഴുന്നേൽക്കാത്തവർക്കെതിരെ നടപടിയെടുത്തേ മതിയാകൂവെന്ന് DGP. എഴുന്നേൽക്കാൻ പറ്റാത്തവർ ദേശീയഗാനം കഴിഞ്ഞ ശേഷം മാത്രം തിയേറ്ററിൽ കയറട്ടെ എന്ന് കോടിയേരി. 3 ദിവസത്തെ അവധിക്ക് ശേഷം ബാങ്കുകൾ തുറന്നപ്പോഴും ജനത്തിന് ദുരിതം മാത്രം ബാക്കി. ശമ്പളവും പെൻഷനും പിൻവലിക്കാൻ നീണ്ട ക്യൂ. കണ്ണൂർ കേളകത്ത് ഫെഡറൽ ബാങ്കിൽ സംഘർഷം. സഹകരണ ബാങ്കുകളിൽ നബാർഡിന്റെ പരിശോധന. സാങ്കേതിക സർവകലാശാലയുടെ 1ാം സെമസ്റ്റർ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് കണക്ക് പരീക്ഷയുടെ ചോദ്യങ്ങൾ. പരീക്ഷയ്ക്ക് മുൻപ് വാട്സാപ്പ് വഴി ചോദ്യങ്ങൾ പ്രചരിച്ചു. വിദ്യാർത്ഥി സംഘടനകൾ പരീക്ഷ തടഞ്ഞു. ചീഫ് സെക്രട്ടറിക്ക് വിമർശനവുമായി വിജിലൻസ് കോടതി. ADGP ശ്രീലേഖയ്ക്കെതിരായ നടപടി ശുപാർശ പൂഴ്ത്തിയെന്ന പരാതിയിൽ വിശദീകരണം തൃപ്തികരമല്ല. ശങ്കർ റെഡ്ഡി ബാർ കേസ് അട്ടിമറിച്ചെന്ന കേസിൽ വിജിലൻസ് അധിക സമയം തേടി. ക്രിസ്മസ് സിനിമ റിലീസ് പ്രതിസന്ധിയിൽ. തിയേറ്റർ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ നിർമ്മാതാക്കൾ. തിയേറ്റർ ഉടമകളുമായി നടത്തിയ ചർച്ച പരാജയം. സിനിമകൾ റിലീസിംഗിന് നൽകില്ലെന്ന് വിതരണക്കാരും. ദേശീയഗാനത്തോട് അനാദരവ് കാണിച്ചെന്നാരോപിച്ച് പ്രദർശനശാലകളിൽ നിന്ന് പ്രതിനിധികളെ അറസ്റ്റ് ചെയ്താൽ ചലച്ചിത്രമേള നിർത്തിവെക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ. ഡെലിഗേറ്റുകളെ അറസ്റ്റ് ചെയ്യാൻ മഫ്തി പോലീസിനെ നിയോഗിക്കുന്നത് അംഗീകരിക്കില്ലെന്ന് കമൽ വ്യക്തമാക്കി. പ്രതിനിധികളുടെ അറസ്റ്റിൽ സിനിമാ പ്രവർത്തകർ വ്യാപക പ്രതിഷേധം രേഖപ്പെടുത്തി. സിനിമയ്ക്ക് മുമ്പ് ദേശീയഗാനം കേൾപ്പിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ചലച്ചിത്രോത്സവ പ്രതിനിധികളെ അറസ്റ്റ് ചെയ്തതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. സംവിധായകരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ചലച്ചിത്രോത്സവ വേദികളിൽ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. പ്ലക്കാർഡുകളേന്തിയായിരുന്നു മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രതിഷേധം. സിനിമാ പ്രദർശന ഹാളിൽ കയറി പ്രതിനിധികളെ അറസ്റ്റ് ചെയ്താൽ മേള തന്നെ നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പുമായി അക്കാദമി ചെയർമാൻ കമൽ രംഗത്തെത്തി. അറസ്റ്റിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ചലച്ചിത്ര പ്രവർത്തകർ രംഗത്ത് വന്നു. ഇവിടെ നമുക്ക് 200ഓളം സിനിമകൾ പ്രദർശിപ്പിക്കപ്പെടുന്നു. 200 സിനിമകളുടെയും മുന്നിൽ ദേശഭക്തി ഗാനം വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് എത്രത്തോളം ശാസ്ത്രീയമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതേസമയം നിയമം എല്ലാവരും പാലിക്കണമെന്ന അഭിപ്രായമുള്ളവരും നിരവധിയായിരുന്നു. നമുക്ക് ദേശീയഗാനം എവിടെ കേട്ടാലും എൻ്റെ മനസ്സിലൊരു ദേശീയത ഉണരാറുള്ളതാണ്. അപ്പം അത് ഏത് സാഹചര്യത്തിലാണ് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ. ഉത്തരവാദിത്തമുള്ള ഒരു പൗരന്നുള്ള രീതിയിൽ നമ്മളതിനെ എന്താ പറയുക, അത് ഒബേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെ ആപേക്ഷികമാണ്, ഓരോ വ്യക്തികൾക്കനുസരിച്ചാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ദേശീയഗാന വിവാദത്തിൽ പോലീസിന് നിയമ നടപടി എടുക്കേണ്ടി വരുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. പരാതി ലഭിച്ചാൽ നടപടിയെടുത്തേ മതിയാകൂ. തിയേറ്ററിനുള്ളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും DGP വ്യക്തമാക്കി. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ? സുപ്രീം കോടതിയുടെ കാര്യം നമുക്ക് ഒന്ന് കംപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ആവും, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവും. പിന്നെ അതും ഒരു ടെക്നിക്കൽ കാര്യം. പിന്നെ ബാക്കി അത് ആത്മാർത്ഥമായിട്ട് ഒരു എന്താ പറയുക, നാഷണലിസം ഓർ പാട്രിയോട്ടിസമിൻ്റെ ഒരു ഇതായിട്ട് എവരിബഡി ഹാസ് ടു സ്റ്റാൻഡ് അപ്പ്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ അതിലെ ഒരു പോലീസിൻ്റെ ഒരു സബ്ജക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഞാൻ എല്ലാവർക്കും ഒരു റിക്വസ്റ്റാണ്, സബ്മിഷനാണ്. എല്ലാവരും പിന്നെ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ, സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളൊന്നും അനുസരിക്കണം, അത്രേ ഉള്ളൂ. ചർച്ചയിൽ ശ്രീ PM മനോജ്, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ മേജർ രവി, ശ്രീ സനൽകുമാർ, ശശിധരൻ, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ. ആദ്യം ശ്രീ PM മനോജ്, ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തവരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? പോലീസിൻ്റെ പരിമിതി DGP ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നിയമം അനുസരിച്ച് എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് എന്നാണ് ഉത്തരം. സുപ്രീം കോടതിയാണ് പറഞ്ഞത് തിയേറ്ററുകളിൽ ദേശീയഗാനം ആലപിച്ചതിന് ശേഷം മാത്രമേ ചലച്ചിത്രം തുടങ്ങാൻ പാടുള്ളൂ എന്ന്. യഥാർത്ഥം നമുക്കൊക്കെ വിയോജിപ്പുണ്ട്. കാരണം അങ്ങേയറ്റം അശ്ലീലമായ ഒരു സിനിമ, ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ദേശഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ അശ്ലീലം കാണാൻ പറ്റൂ എന്ന് കോടതി പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ടാവും. അതുപോലെ തന്നെ കോടതിയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ഹർജി വന്നു. ആ ഹർജി കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ദേശീയഗാനം ആലപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജിയായിരുന്നു. ആ ഹർജി അന്ന് ചില സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും കോടതി തള്ളിക്കളയുക ചെയ്തത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സിനിമാ തിയേറ്ററുകളിൽ ഏത് സിനിമയും തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ IFFKയിലാണെങ്കിൽ ആളുകൾ ഒരു ദിവസം 4-5 സിനിമ കാണും. ഈ 5 സിനിമ കാണുമ്പോൾ 5 തവണ ദേശീയഗാനം ആലപിക്കുകയല്ല, ദേശീയഗാനം അനിമേറ്റഡായിട്ട് സ്ക്രീനിൽ കാണിക്കുമ്പോൾ എണീച്ച് നിന്ന് ദേശഭക്തി പ്രകടിപ്പിച്ചാലേ ഒരാൾ ഇന്ത്യക്കാരനാകൂ എന്ന് പറയുന്നത് ആരാ? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം.
ആ നീതിപീഠം അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായും സാങ്കേതികമായി അതിനെ അംഗീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യാനുള്ള ബാധ്യത കേരളത്തിലെ പോലീസ്. തീർച്ചയായും ശ്രീ പി എം മനോജ്, പക്ഷേ ആ സാങ്കേതികത ഒന്ന് സുപ്രീം കോടതിയുടേത് ഒരു ഇടക്കാല ഉത്തരവാണ്. അതിൽ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തവർക്കെതിരെ കേസെടുക്കുക എന്ന തരത്തിലൊരു പരാമർശമില്ല. ഇത് മാത്രമല്ല, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് അനുസരിച്ചാണല്ലോ ദേശീയഗാനത്തെയോ ദേശീയ പതാകയോ ദേശീയ ബിംബങ്ങളെയോ അനാദരിച്ചാൽ കേസെടുക്കേണ്ടത്. പക്ഷേ ആ നിയമം ദേശീയഗാനം പാടുമ്പോൾ അത് തടസ്സപ്പെടുത്തുകയോ ആ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്താൽ കേസെടുക്കാം എന്നാണ്. അതല്ലാതെ ഒരാൾ സ്വമേധയാ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല എങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കാം എന്ന് നിലവിലുള്ള നിയമത്തിലോ അതിനുശേഷമുള്ള സുപ്രീം കോടതി വിധിയിലോ പറയുന്നില്ലല്ലോ. അപ്പോൾ കേരള പോലീസ് എന്തിന് കേസെടുക്കണം? ചില കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് അഭിലാഷ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്നലെ ഒരു തിയേറ്ററിൽ ക്ലാഷ് എന്ന സിനിമ, തിയേറ്ററിലെ തുറന്ന തിയേറ്ററിൽ ക്ലാഷ് എന്ന സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കെ 5 or 6 പേര് എഴുന്നേറ്റ് നിന്നില്ല ദേശീയ ഗാനത്തിൽ. അത് ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആരാ? എൻ്റെയും അഭിലാഷിൻ്റെയും ഫ്രറ്റേണിറ്റിയിൽപ്പെട്ട ചില മാധ്യമപ്രവർത്തകരാണ്. ആ മാധ്യമപ്രവർത്തകർ പരാതിയായിട്ട് അവിടെ കൊണ്ടുകൊടുക്കുകയാണ്. സ്വാഭാവികമായും ഒരു പോലീസ് അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഒരു എൻഫോഴ്സിംഗ് അതോറിറ്റിയുടെ കയ്യിലേക്ക് അത്തരമൊരു പരാതി, അവർ ദേശീയ ഗാനത്തെ അവഹേളിച്ചിരിക്കുന്നു, ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ല എന്നൊരു പരാതി പോലീസ് അതോറിറ്റിയുടെ മുന്നിലെത്തുമ്പോൾ സ്വാഭാവികമായും ആ നടപടി ഉണ്ടാകും. അതിനെ നമ്മൾ വൈകാരികമായിട്ട് കാണേണ്ടതില്ല. എന്ന് മാത്രമല്ല, കൊണ്ടുപോയി ജയിലിലടക്കുന്നല്ലോ ചെയ്തത്, അവരെ കൊണ്ടുപോയി താക്കീത് നൽകി വിട്ടയച്ചു. അത് നിയമപ്രകാരമാണ്. ആ നിയമപ്രകാരം നടന്ന സുപ്രീം കോടതിയോടില്ലാത്ത അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയോടില്ലാത്ത ആക്ഷേപവും അപഹാസവും അതുപോലെ പ്രതിഷേധവും ഇങ്ങനെ സുപ്രീം കോടതി വിധിയനുസരിച്ച് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന പോലീസിനോട് ഉണ്ടാവുക എന്നത് അപഹാസ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ മേജർ രവി, എല്ലാ സിനിമാ പ്രദർശനങ്ങൾക്ക് മുൻപും ദേശീയ ഗാനം പാടണം, അതായത് ദേശീയ ഗാനത്തിൻ്റെ റെക്കോർഡ് കേൾപ്പിക്കണം എന്നുള്ളത് എങ്ങനെയാണ് ദേശീയത ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നായി മാറുക എന്നുള്ളത് തർക്ക വിഷയമാണ്. പക്ഷേ ഏത് സന്ദർഭത്തിലായാലും ദേശീയ ഗാനം കേൾക്കുമ്പോൾ അതിനെ ബഹുമാനിക്കുക എന്നുള്ളത് സ്വാഭാവികമായി ചെയ്യേണ്ട ഒന്നും. ചലച്ചിത്രമേളയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ചില ആളുകൾ ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതോ അതല്ലെങ്കിൽ അബ്സേർഡായ ഒരു വിധി കേട്ടപ്പോൾ അവർക്ക് തോന്നിയ സ്വാഭാവികമായ പ്രതിഷേധമോ? അഭിലാഷ്, ഇവിടെ ദേശസ്നേഹം ദേശഭക്തി എല്ലാം നമുക്കവിടെ മാറ്റിയോടെ വെക്കാം. ഒരു സുപ്രീം കോടതിയുടെ ഓർഡർ, അതും ഒരു വ്യക്തമല്ലാത്ത, ശരിയാണ്, സുപ്രീം കോടതിയുടെ ഓർഡർ ദേശീയ ഗാനം കേൾക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കണം, അതിനെ ആദരിക്കണം എന്നുള്ളതെല്ലാം ഉണ്ട്. അതിനപ്പുറത്ത് സുപ്രീം കോടതി ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ എന്താണ് അതിന്റെ പനിഷ്മെന്റ്, അതിന്റെ വകുപ്പ് എന്താണെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പോഴും ഇത് ഹാങ്ങിങ് ഇൻ ഒരു ഡെമോക്രറ്റ്സോട് പോലെ കിടപ്പാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. പോലീസിന് ഇപ്പൊ പലരും പറയുന്ന കേട്ട് പോലീസ് വളരെ ലൈറ്റ് ആയിട്ടുള്ള പനിഷ്മെന്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്, വകുപ്പാണ് ചേർത്തിരിക്കുന്നത്. പോലീസ് എന്താണ് ചെയ്യുക? ഇപ്പം പോലീസിനകത്ത് എന്ത് ആക്ടിലകത്താണ് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് പോലീസിന് പോലും ആ നിയമം പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയുടെ ഓർഡറിനകത്ത് അതൊന്നും പറഞ്ഞിട്ടില്ല. ദേശീയഗാനം കേട്ടാൽ അതിനെ ആദരിക്കണം, സിനിമയ്ക്ക് മുന്നേ ഇത് കാണിക്കണം, ദേശീയഗാനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഓർഡർ. പിന്നെ ഇവിടെ ഈ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇസ് ഒരു ജെനുവിൻ ആയിട്ടുള്ള, ഞാനിപ്പം ദേശസ്നേഹത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ടു വേസും ഇല്ല. ആം എ ട്രൂ പെട്രിയോട്ട് ആൻഡ് ഐ വിൽ ബി ഫൈറ്റിംഗ് ഫോർ ഇറ്റ്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിലിം ഫെസ്റ്റിവലിനകത്ത് കാണാൻ വരുന്നവർ എല്ലാം ഈ ഫിലിം ഫെസ്റ്റിവൽ പല ലാംഗ്വേജുകളിലുള്ള സിനിമ കാണാൻ വരുന്ന സിനിമാ പ്രേമികളായിട്ടുള്ള ആളുകളാണ് വരുന്നത്. ഇത് 5ഉം 6ഉം സിനിമകൾ ഒരു തിയേറ്ററിൽ കളിക്കുന്ന സമയത്ത് കാലത്ത് തൊട്ട് രാത്രി 12 മണി വരെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർ ടിക്കറ്റ് കംപ്ലീറ്റ് ആ തിയേറ്ററിനകത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവർ കാലത്ത് തൊട്ട് 5 പടം അവിടെ തന്നെ കാണാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇവർ ഈ കാലത്ത് തൊട്ടിട്ട് വൈകിട്ട് വരുന്നത് ഈ 5 പ്രാവശ്യവും എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളതിന്റെ മുകളിൽ അതാണ് ഇവിടുത്തെ വലിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിനെയാണ് ഇപ്പൊ റിബലിയസ് ആയിട്ട് ഇവർ ചോദിക്കുന്നത്, ഈ 5 പ്രാവശ്യം ഞങ്ങൾ എന്തിനാണ് എഴുന്നേറ്റിരിക്കണം? അപ്പൊ അവർ ഒരു പ്രാവശ്യം എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാണെന്നുള്ളതും വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ 5ഓ 6ഓ പേരാണ് ഇതിനകത്ത് റിബലിയസ് ആയിട്ട് നിൽക്കുന്നത്. ഈ 500 ആളുകൾ അല്ലെങ്കിൽ 600 ആളുകളുടെ കപ്പാസിറ്റി ഉള്ള തിയേറ്ററിനകത്ത് ബാക്കിയുള്ളവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് അവരുടെ വിചാരം ഈ 5 പേര് ഇരിക്കുന്നവർ ഞങ്ങൾ ഭയങ്കര ചങ്കൂറ്റക്കാരാണ്, ഭയങ്കര ധൈര്യക്കാരാണ്,
ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സുപ്രീം കോടതി ഓർഡർ ഒന്നും ഞങ്ങൾ മാനിക്കില്ല എന്നും പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ ബാക്കിയുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നവരെ മുഴുവൻ ഒരു മണ്ടന്മാരായിട്ട് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ശരി, താങ്കൾ എഴുന്നേറ്റ് നിൽക്കാത്തവരുടെ മാനസിക അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. തുടരണം ശ്രീ മേജർ രവി. ശ്രീ ഡീൻ കുര്യാക്കോസ്, നമ്മൾ ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുകയൊന്നും ചെയ്തില്ല. പരാതി ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരെ കസ്റ്റഡിയിലെടുത്തു, അതിനുശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇന്ന് കാര്യമായ ഒരു കസ്റ്റഡിയിലെടുക്കൽ ഒഴിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടും ഇല്ല. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ സർക്കാർ അതിനെ പക്വമായി, അല്ലെങ്കിൽ പോലീസ് അതിനെ പക്വമായി കൈകാര്യം ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ കാര്യത്തിൽ ഇതൊരു വിവാദ വിഷയമായത് തന്നെ ഇത് വിവാദമാക്കിയവരുടെ ഒരു ആവശ്യമായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. കാരണം ദേശീയത എന്ന് പറയുന്നത്, നല്ല ദേശീയ ബോധമുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും ഇത്തരക്കാരെ പോലെ പെരുമാറാനാവില്ല. അതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നത്. അപ്പോൾ പോലീസിന് ആക്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ അവസാനം മേജർ രവി സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സിനിമാ ഹാളിൽ 1500-ലധികം ആളുകളൊക്കെ ഇരിക്കുന്ന ഒരു പ്രദർശനശാലയിൽ കുറച്ച് ആളുകൾ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറിയപ്പോൾ ഉണ്ടായ ഒരു പൊതുവായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ തർക്കം വേണ്ട. ഇവിടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ, ഗവൺമെൻറ്റല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ അഭിമാനമാണ് ഈ ചലച്ചിത്രമേള. ഈ ചലച്ചിത്രമേള വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരക്കാർ ഇങ്ങനെ പെരുമാറിയത് എന്ന് എനിക്ക് ഒരു അഭിപ്രായവുമില്ല. അവർ ഈ ചലച്ചിത്രമേളയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വിവാദങ്ങളിലൂടെ ഈ ചലച്ചിത്രമേളയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ്. അതിനറിഞ്ഞോ അറിയാതെയോ മറ്റു പലരും ഒഫീഷ്യൽസ് ഉൾപ്പെടെ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് ഈ തരുണത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലും ഇതിനോട് യാതൊരു ന്യായീകരണവുമില്ല. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇവിടെ PM മനോജ് സൂചിപ്പിച്ച ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കുന്നതിനിടയിൽ പറഞ്ഞു. അതായത് തിയേറ്ററിൽ ദേശീയ ഗാനം പാടുന്നത് ഏപ്പണം കാണാനിരിക്കുന്നവർ എന്തിനാണ് ദേശീയ ഗാനം ആലപിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ചലച്ചിത്രമേളയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തന്നെ അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഏതായാലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അനുകൂലിക്കുന്ന ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ നടക്കുന്ന ഈ ചലച്ചിത്രമേളയോട് കാണിച്ച ഏറ്റവും വലിയ ഒരു കൊടിയ എന്താ പറയുക, ഒരു കാരണവശാലും നീതീകരിക്കാനാവാത്ത ഒരു വിമർശനമായി ദേശീയ ഗാനം എന്ന് പറയുന്നത് അതിൽ അത്തരത്തിലുള്ള ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മാന്യന്മാരായിട്ടുള്ള ആളുകൾ പോയിരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും അതിനെ ഓണർ ചെയ്യുന്നു. ആ സ്ഥലത്ത് ആലപിക്കപ്പെടുന്ന ആ ദേശീയ ഗാനത്തെ അല്ലെങ്കിൽ ഒരു കാരണവശാലും തള്ളിപ്പറയേണ്ടതായിട്ടില്ല. ശരി. അദ്ദേഹം എന്തായാലും ചലച്ചിത്രമേളയെ കുറിച്ചല്ല പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യട്ടെ. അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ശ്രീ സനൽകുമാർ ശശിധരൻ, ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു വാദം പ്രസക്തമാണ്. 500 പേർ ഇരിക്കുമ്പോൾ അതിൽ 6-7 പേർ മാത്രമേ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നുള്ളൂ. ന്യൂനപക്ഷത്തിന്, എണ്ണത്തിൽ കുറവുള്ള ആളുകൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ പാടില്ല എന്നല്ല. പക്ഷേ ഇവിടെ ഒരു നിയമലംഘനം അല്ലെങ്കിൽ ഒരു കോടതി അലക്ഷ്യം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവർക്കൊപ്പം താങ്കളെ പോലെയുള്ള ചലച്ചിത്ര സംവിധായകരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ നിൽക്കുന്നത് ഗുണപരമായ ഫലമാണോ ഉണ്ടാക്കുക? ആകെ ചലച്ചിത്രമേളയെ സംബന്ധിച്ച് ഒരു വിവാദ ഛായ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും, ഇതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും വാർത്തകളും ഉണ്ടാകും എന്നതിനപ്പുറത്ത് എന്ത് കഴമ്പുണ്ട് ഈ വിഷയത്തിൽ? എന്തിന് ചലച്ചിത്ര പ്രവർത്തകർ ദേശീയ ഗാനത്തെ മാനിക്കാത്തവർക്കൊപ്പം നിൽക്കണം? ശരിക്കും ഈ വിഷയത്തിൽ വളരെ വ്യക്തതയില്ല ആർക്കും എന്നുള്ളതാണ് സത്യം. ഒന്ന്, ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും കാലം ദേശീയഗാനത്തെക്കുറിച്ചോ ദേശീയതയെക്കുറിച്ചോ ദേശീയ പതാകയെ ആരെങ്കിലും ആദരിക്കുന്നില്ല എന്നോ പറ്റിയോ ഒന്നും ആർക്കും ഒരു ആക്ഷേപവുമില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പൗരന്മാരിൽ നമ്മുടെ രാഷ്ട്രത്തിന് വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതായത് ദേശീയതയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ വരുന്നു, ദേശീയ ഗാനത്തെ അനാദരിക്കുന്ന ആളുകൾ വരുന്നു, പതാക നിരസിക്കുന്ന ആളുകൾ വരുന്നു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഒരു പോക്കറ്റിൽ നിന്നും ഉണ്ടാവുകയും സത്യത്തിൽ അവരാരും തന്നെ ഈ ദേശീയ ഗാനത്തെയോ ദേശീയ പതാകയെയോ കാര്യമായിട്ട് കണക്ക് കൂട്ടാത്ത യുവമോർച്ചയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ രാജ്യത്ത് മുഴുവനും ഇങ്ങനെയുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ആണ് വരുന്നത്, അതുകൊണ്ട് എല്ലാവരെയും നിർബന്ധിച്ച് ദേശീയഗാനം പാടിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് ദേശീയതയുടെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയും ഇതുപോലെ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ദേശീയ ഗാനവും ദേശീയ പതാകയും ദേശീയമായിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളും ജനതയെ ഒന്നിച്ചു നിർത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ദേശീയ ഗാനം പോലെയുള്ള വളരെ പവിത്രമായ ഒരു സംഗതിയെ
ഈ ഒരു ഇതുപോലെയുള്ളൊരു മേളയ്ക്കിടയിൽ കൊണ്ടുവന്നിട്ട് ജനങ്ങളെ രണ്ട് തട്ടായിട്ട് മാറ്റാനും ഡിവൈഡ് ചെയ്തിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനും ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അല്ല, അത് പക്ഷേ ആര് ചെയ്യുന്നു എന്നുള്ളതാണ് ശ്രീ സനൽകുമാർ ശശിധരൻ പ്രശ്നം. ശരിയാണ്, ഒരു സിനിമാ ഹാളിൽ ഈ ദേശീയ ഗാനം പാടുന്നത് കൊണ്ട് ദേശീയ ഗാനത്തിനോ ദേശീയതയ്ക്കോ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. അത് വേറൊരു ഡിബേറ്റാണ്. പക്ഷേ നിലവിൽ ഒരു നിയമമുള്ളപ്പോൾ, ഒരു കോടതി നിർദ്ദേശമുള്ളപ്പോൾ, ചലച്ചിത്രമേളയ്ക്ക് എത്തുന്ന ഡെലിഗേറ്റുകൾ അത് പാലിക്കണമെന്ന് ചലച്ചിത്ര അക്കാദമി ആവശ്യപ്പെടുമ്പോൾ അവിടെ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യം എന്താണ്? മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ഇതിൽ വരുന്നില്ലല്ലോ. ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായതല്ല. ഇത് നിയമം നേരത്തെ തന്നെ ഉണ്ട്. നിയമത്തിൽ ഒരിടത്തും കൃത്യമായിട്ട് പറയുന്നില്ല ദേശീയഗാനം പാടുമ്പോൾ എണീറ്റ് നിൽക്കണമെന്നോ അല്ലെങ്കിൽ എണീറ്റ് നിൽക്കാത്തവരെ പിടിച്ചകത്തിടുമെന്നോ ഒരിടത്തും പറയുന്നില്ല. ആകെ കൂടെ പറയുന്നത് എവിടെയെങ്കിലും ദേശീയഗാനം ആലപിക്കുകയാണെങ്കിൽ അതിനെ തടസ്സം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യാം, തടസ്സം ചെയ്യുന്നവർ കുറ്റവാളികളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിയമമുണ്ട്. അതിനുശേഷം 2 തവണ സുപ്രീം കോടതി തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്തു. എവിടെ എന്തൊക്കെ ആകാം, എന്തൊക്കെ ആയിക്കൂടാ എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായ ഡയറക്ഷൻസ് ഉണ്ടെന്നാലും. അപ്പോൾ അതൊക്കെ നിലനിൽക്കുമ്പോൾ അതിന് തീർത്തും വിരുദ്ധമായിട്ട് ഒരു റൂളിംഗ് വരുന്നു. ആ റൂളിംഗ് വളരെ ഹേസ്റ്റി ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ഒരു മേള നടക്കുകയാണ്. ഈ മേള നടക്കുന്നതിനിടയിൽ പലതവണ ദേശീയഗാനം ആലപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. വിദേശികളായിട്ടുള്ള ഡെലിഗേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഇളവ് നൽകണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ചലച്ചിത്ര അക്കാദമി തന്നെ പോകുമ്പോൾ അത് പറ്റില്ല, 20 തവണ വേണമെങ്കിലും നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ഷൻ വളരെ കൃത്യമായിട്ട്. പക്ഷേ അത് വരുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് ആണ് എന്നുള്ളതാണ് പ്രശ്നം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള നിയമത്തിൽ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തവരെ ശിക്ഷിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവിഷൻസ് ഇല്ല. അതേസമയം തന്നെ സുപ്രീം കോടതിയുടെ വിവിധ വിധികളിൽ ഇത് വിവിധ തരത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഇടക്കാല ഉത്തരവുമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തൽ ആവശ്യമുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഭയപ്പെട്ടതുപോലെ ഒരു വലിയ പ്രതിഷേധമുണ്ടാവുകയും ദേശീയഗാനം തന്നെ അവമതിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഒന്നും ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടി, ഒരു പരാതി ലഭിച്ചപ്പോൾ ആ പരാതിക്ക് ആധാരമായ വസ്തുത പരിശോധിച്ച് ഇങ്ങനെ ദേശീയഗാനത്തെ അപമാനിച്ചു എന്ന തോന്നൽ ഉണ്ടാക്കിയവരെ വിളിച്ചു വരുത്തി ശാസിച്ച് വിട്ടയക്കുകയാണ് ചെയ്തത്. ഇന്ന് അത്തരത്തിലുള്ള കൂടുതൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വെള്ളിയാഴ്ച ചലച്ചിത്രോത്സവം കഴിയുകയും ചെയ്യും. എന്താണ് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നതിനെക്കുറിച്ചുള്ള താങ്കളുടെ നിരീക്ഷണം? പക്വതയോടുകൂടി ഇക്കാര്യം ചലച്ചിത്ര അക്കാദമിയും പങ്കെടുക്കുന്ന ഭൂരിപക്ഷം ഡെലിഗേറ്റുകളും കൈകാര്യം ചെയ്യുന്നു എന്ന് തോന്നുന്നോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 100 കണക്കിന് ആൾക്കാർ എണീച്ച് നിൽക്കുന്നുണ്ട്, ആർക്കും ഇതിൽ വിരോധമില്ല. ആകെ 5-6 പേര് മാത്രമാണ് കരിങ്കാലികൾ എന്ന പോലെ മാറി നിൽക്കുന്നത്. അപ്പോൾ 99% ആൾക്കാർക്കും അത് യോജിപ്പാണ്. ഈ 7 പേരോ അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്ന ഒരു 0.5% എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ചോദിച്ചാൽ വളരെ മയമുള്ളൊരു നിലപാട് സ്വീകരിച്ചാൽ മതി. 2, ഈ വിഷയത്തിൽ ശ്രീ സനൽകുമാർ ശശിധരൻ അടക്കം IFFക്ക് പറ്റിയത് വലിയൊരു ബ്ലണ്ടറാണ്. കോടതിയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഫോറിനേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ദേശീയഗാനം പാടാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന ഒരു വാദഗതി അംഗീകരിക്കുമെന്ന് കോടതിയിൽ പോയിട്ടുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കോടതിയോട് ഏതെങ്കിലും തരത്തിൽ ഫോറിനേഴ്സ് ഡെലിഗേറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് ദേശീയഗാനം പാടാൻ പറ്റില്ല, ഇത്തരത്തിലുള്ള യാതൊരു സബ്സ്റ്റൻസും ഇല്ലാത്ത ആർഗ്യുമെന്റ് റേസ് ചെയ്യരുതായിരുന്നു. ഞാനൊരു വലതുപക്ഷക്കാരനാണ്, പക്ഷേ ദേശീയഗാനം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വട്ടം കേട്ടാലേ ഉറങ്ങൂ എന്ന നിലപാടൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. പകരം ദേശീയഗാനം ആദ്യം ഒരു തവണയും അവസാനം ഒരു തവണയും ഇട്ടിട്ട് ഇതൊരു കണ്ടിന്യൂം ഷോ ആണ് എന്ന നിലപാട് ഓൾറെഡി എടുത്താൽ മതിയായിരുന്നു. പകരം ഈ കേസ് അവരായി കൊണ്ടുപോയി ഇല്ലാതാക്കിയതാണ്. സംസ്ഥാന സർക്കാർ ശ്രീ ബാലൻ സാർ അടക്കം വളരെ സ്വാഗതാർഹമായ നിലപാടാണ് ഇതിൽ സ്വീകരിച്ചത്. ദേശീയഗാനം വേണം, നമ്മുടെ അഭിമാനമാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിനെ വിശ്വാസത്തിലെടുത്തൊരു നിലപാടെടുത്താൽ മതി. ഇതിലെ യഥാർത്ഥ പ്രശ്നം അതാ. ഈ കേസ് കൊണ്ട് ഇല്ലാതാക്കിയത് IFFKയുടെ സംഘാടകരും അവർക്ക് തെറ്റായ ലീഗൽ അഡ്വൈസ് കൊടുത്തവരുമാണ്. രാവിലെ ഒരു ദേശീയഗാനമോ അല്ലെങ്കിൽ അവസാനം ഒരു ദേശീയഗാനം രീതിയിൽ ചുരുക്കുന്നതിന് പകരം എല്ലാ ഷോയ്ക്കും വേണമെന്ന ക്ലാരിറ്റി ഉണ്ടാക്കാൻ പോവുകയും അവിടെ ലോകത്തിൽ ഒരു കോടതിയും ഒരു കാരണവശാലും അംഗീകരിക്കാത്തൊരു വാദഗതി ഉന്നയിക്കുകയും ഫോറിനേഴ്സ് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്ന മണ്ഡലത്തിൽ ശ്രീ രാഹുൽ ഈശ്വർ, ഫോറിനേഴ്സ് ഉണ്ട് എന്നുള്ള വാദം ഇവിടെ നിന്ന് കോടതിയിൽ പോയ ആളുകൾ ഉന്നയിച്ചില്ലായിരുന്നുവെങ്കിൽ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ചിൽ നിന്ന് കുറച്ചുകൂടി അനുകൂലമായ ഒരു വിധി കിട്ടിയേനെ എന്ന് വിശ്വസിക്കാൻ നമുക്ക് പാടാണ്. കാരണം കഭി ഖുഷി കഭി ഗമിന്റെ കേസ് 2004 വന്നപ്പോൾ അദ്ദേഹം മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിധി എന്താണ് എന്ന് നമുക്കറിയാം. ആ വിധി പിന്നീട് ജസ്റ്റിസ് ഖാരയുടെ ബെഞ്ച്, സുപ്രീം കോടതി ബെഞ്ച് സെറ്റിസൈഡ് ചെയ്തതാണ്. അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ് സിനിമാ ഹാളിൽ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നില്ല എന്ന്. അതിനുശേഷം വന്നിട്ടുള്ളത് ഇപ്പോഴത്തേത് ഇടക്കാല ഉത്തരവാണ്. ഒട്ടേറെ നിയമപ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ദീപക് മിശ്ര അംഗമായ ബെഞ്ചിന്റെ വിധി
അബ്സല്യൂട്ട് ആണോ, അത് തന്നെ അതേപടി പാലിക്കണോ, അവിടെയാണ് അങ്ങനെ പ്രശ്നം. പാലിച്ചില്ലെങ്കിൽ നിയമപ്രശ്നമുണ്ടോ എന്നൊക്കെ എനിക്കറിയില്ല. പക്ഷേ നമ്മൾ വേറൊരു വാദം ഉന്നയിച്ചാലും അവിടെയാണ് കോടതി ഇതിലപ്പുറത്ത് എന്തെങ്കിലും പറയുമെന്ന് നമുക്ക് കരുതുക വയ്യ. കരുതാൻ കഴിയും. കാര്യം ദീപക് മിശ്രയെ പോലൊരു വ്യക്തിയെ ആഴത്തിൽ പഠിക്കുന്നവരാണ്. കാര്യം ഞങ്ങളുടെ കേസും ദീപക് മിശ്രയുടെ ബെഞ്ചിലാണ്. അതായത് ഇടതുപക്ഷത്ത് കുറച്ച് ഓവറാക്കുന്ന മാർക്കണ്ഡേയ കഡ്ജുവിനെ പോലെ വലതുപക്ഷത്ത് നിൽക്കുന്ന ഒരു ജഡ്ജിയാണ് ദീപക് മിശ്ര. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ജഡ്ജിമാരുടെ ഐഡിയോളജിക്കൽ ഓറിയന്റേഷൻ പറയാറില്ല. പക്ഷേ ലോകത്തെ അഡ്വാൻസ് ഡെമോക്രസീസ് ആയ US-ലൊക്കെ അവരുടെ ഐഡിയോളജിക്കൽ ഓറിയന്റേഷൻ തുറന്നു പറയാറുണ്ട്. അപ്പോൾ ഒരു ബെഞ്ചിനനുസരിച്ചാണ് നമ്മൾ കേസ് പ്രസന്റ് ചെയ്യുന്നത്. സാധാരണക്കാർ കോടതി ദൈവത്തിന്റെ പ്രതിനിധിയാണ്, അതുകൊണ്ട് 100% നിഷ്പക്ഷമാണ്, യാതൊരു ഐഡിയോളജി ഇല്ല എന്നൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ ബെഞ്ച് അനുസരിച്ചാണ് നമ്മൾ കേസ് പ്രസന്റ് ചെയ്യുന്നത്. ആ ബെഞ്ചിനനുസരിച്ച് ഉള്ള വാദഗതി ഉന്നയിക്കുന്നതിന് പകരം ഇവർ കേസ് കൊണ്ട് തോക്കുകയും ക്ലാരിറ്റി വരുത്താൻ പോകുന്ന രീതിയിൽ അബദ്ധം പറ്റുകയും ചെയ്തതാണ്. പകരം എന്നിട്ട് ദേശീയ ഗാനത്തെയും നരേന്ദ്രമോദി ഹിറ്റ്ലറാണെന്നും RSSന്റെ ഫാസിസമാണെന്നും പറഞ്ഞിട്ട് എന്താ കാര്യം? പകരം കുറെ കൂടെ ഒരു നല്ല സമീപനം കിട്ടാൻ കുറെ കൂടെ നന്നായി കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പൊ എന്തായാലും നിയമമായി. ഈ 52 സെക്കൻഡ് എണീറ്റ് നിൽക്കുന്നുണ്ട് നമുക്ക് എന്ത് നഷ്ടം ഉണ്ടാകാനാ പോകുന്നത്? ഈ 52 സെക്കൻഡ് രാജ്യത്തെ സ്മരിക്കാനും അത് ആ ചോദ്യം നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിച്ചതാണ്. അത് ഒരിക്കൽ കൂടി ഉന്നയിക്കാം. ശ്രീ PM മനോജ്, ഇതിപ്പോൾ സർക്കാർ നടത്തുന്ന മേളയാണ്, ചലച്ചിത്ര അക്കാദമി വഴി സർക്കാർ നടത്തുന്ന മേളയാണല്ലോ. ഈ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് പൊതുവെ രാജ്യത്ത് ഉള്ള എല്ലാ തിയേറ്ററുകൾക്കും ബാധകമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നപ്പോൾ ഇവിടെ നിന്ന് വ്യക്തത തേടിയതിൽ പോരായ്മ സംഭവിച്ചോ? അതുകൊണ്ടാണോ ഓരോ ഷോയ്ക്ക് മുൻപിലും ദേശീയഗാനം ആലപിക്കുക എന്നുള്ളത് നിർബന്ധമായി പോയത്? അല്ല, അഭിലാഷ് ഇവിടെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, ഇപ്പോൾ എൻ്റെ സുഹൃത്ത് രാഹുൽ ഈശ്വർ ഒരു വലിയൊരു ആരോപണം ഉന്നയിച്ചു ഇന്ത്യൻ ജുഡീഷ്യറിക്കെതിരെ. എന്താണ്? ഏത് ബെഞ്ച്, ആ ബെഞ്ചിലെ ഇരിക്കുന്ന ജഡ്ജിയുടെ പക്ഷം അത് വലതുപക്ഷമാണെങ്കിൽ വലതുപക്ഷത്തിന് അനുകൂലമായും ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായും വിധി വരും. അതുകൊണ്ട് ജഡ്ജിയുടെ പക്ഷം നോക്കിയിട്ട് മാത്രമാണ് ആളുകൾ കേസും കൊണ്ട് പോകുന്നത് എന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ച് ഇന്ന് വരെ ആരും ഉന്നയിക്കാത്ത ഒരു ആരോപണം ശ്രീ രാഹുൽ ഈശ്വർ ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ ഒരു ട്വിസ്റ്റ് അവിടെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണോ ദീപക് മിശ്രയുടെ വിധി ഇങ്ങനെ വന്നത് എന്ന് രാഹുൽ ഈശ്വർ തന്നെ വിശദീകരിക്കേണ്ടതാണ്. അത് വേറൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് ഈ ദേശീയഗാനം, ഇന്ത്യൻ ദേശീയഗാനമായിട്ട് ആരാണ് എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹം അത് എഴുതിയപ്പോൾ ഭാഗ്യവിധാത എന്ന തലക്കെട്ടായിരുന്നു അതിന് കൊടുത്തിരുന്നത് ആ തുടക്കത്തിൽ. പിന്നീട് അത് ജോർജ് അഞ്ചാമനെ കുറിച്ചാണ് എന്ന് വന്നപ്പോൾ മറ്റ് ജനഗണമന എന്ന തലക്കെട്ട് കൊടുക്കുകയും അത് ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കുകയും ചെയ്തു. ഒടുവിൽ 37 ശ്രീ രവീന്ദ്രനാഥ ടാഗോർ തന്നെ പറയുന്നുണ്ട് ഇത് ഒരു മതത്തിൻ്റെതാണോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ ഗാനമായി ഇത് അംഗീകരിക്കാൻ പറ്റുമോ എന്ന്. അതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി മാറുന്നത്. അതിനുശേഷം കഴിഞ്ഞ വർഷം RSSൻ്റെ നേതാവ് ഭയ്യ ജോഷി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? അന്ന് ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കേണ്ടിയിരുന്നത് ഈ ജനഗണമനയല്ല, ടാഗോർ എഴുതിയ കവിതയുടെ ആദ്യ ഭാഗമല്ല, മറിച്ച് അത് വന്ദേ മാതരമാണ് എന്ന്. യഥാർത്ഥത്തിൽ ഈ ജനഗണമനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാറിന് ഒരു പ്രത്യേക അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്ക് അനുരോധമായ ചർച്ചയാണോ ഇപ്പോഴും നടന്നു വരുന്നത് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. കാരണം ഇന്ത്യയുടെ ദേശീയത, ആ ദേശീയത RSS പറയുന്ന ദേശീയതയല്ല, ഹൈന്ദവ ദേശീയതയല്ല, സാംസ്കാരിക ദേശീയതയല്ല. അത് നമുക്ക് സംസ്ഥാന വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയ ആളുകളാണ് നാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ദേശീയത, ആ ദേശീയത പിടിക്കുന്നത് ഒരു വശമാണ്. ആ ദേശീയതയുടെ പ്രതീകമായിട്ടാണ് ഇന്ന് ഈ ദേശീയ ഗാനം അവതരിപ്പിക്കപ്പെടുന്നത്. ആ ദേശീയ ഗാനം അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ദേശസ്നേഹം അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെയുള്ള രാജ്യസ്നേഹമാണോ ഉദ്ദീപ്തമാകുന്നത്, അതല്ല ഇന്ത്യ എന്ന സങ്കല്പം, ആ സങ്കല്പം നിലനിർത്തണം എന്ന വികാരമാണോ ഉദ്ദീപ്തമാകുന്നത് എന്നൊക്കെ ഒരു ഭാഗത്ത് നടക്കേണ്ട ചർച്ചയാണ്. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഏത് സിനിമ നടക്കുമ്പോഴും തുടക്കത്തിൽ ദേശീയ ഗാനം ആലപിക്കണമെന്ന്. ദേശീയ ഗാനം ആലപിക്കലല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനിമേറ്റഡ് ആയിട്ടുള്ള ദേശീയ ഗാനം നടക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കണം. സുപ്രീം കോടതിയുടെ ഓർഡർ ആയാലും ഇൻ്ററിം ഓർഡർ ആയാലും സുപ്രീം കോടതിയുടേതാകുമ്പോൾ അത് നിലനിൽക്കുന്ന നിയമമാണ്. തീർച്ചയായും അത് നിലനിൽക്കുന്ന, അത് ലോ ഓഫ് ദ ലാൻഡ് ആണ് എന്ന് പറയുമ്പോൾ ധാരാളം കൺഫ്യൂഷൻ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം ശ്രീ PM മനോജ്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഈ ജസ്റ്റിസ് ദീപക് മിശ്ര മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോഴാണ് കഭി ഖുഷി കഭി ഗം എന്ന സിനിമയിൽ ദേശീയ ഗാനം പാടുമ്പോൾ ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം, അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത്
ആ സിനിമ പ്രദർശിപ്പിക്കണം, അതല്ലെങ്കിൽ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന ഉത്തരവ് വരുന്നത്. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് കരൺ ജോഹർ സുപ്രീം കോടതിയിൽ പോവുകയുണ്ടായി. ആ സുപ്രീം കോടതി ഉത്തരവിൽ വളരെ വ്യക്തമായി പറയുന്നത്, ദ നാഷണൽ ആന്തം വിച്ച് ഈസ് എക്സിബിറ്റഡ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സിബിഷൻ ഓഫ് എ ന്യൂസ് റീൽ ഓർ ഡോക്യുമെൻ്ററി ഓർ ഇൻ എ ഫിലിം, ദ ഓഡിയൻസ് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു സ്റ്റാൻഡ് as the same interrupts the exhibition of the film and would create disorder and confusion, rather add to the dignity of the national anthem. ഇത് 2004 സുപ്രീം കോടതിയുടെ ഉത്തരവാണ്, അന്തിമ ഉത്തരവാണ്, ഇത് മാതിരി ഇടക്കാല ഉത്തരവല്ല. അവിടെ സുപ്രീം കോടതി വളരെ വ്യക്തമായി ഒരു സിനിമാ ഹാളിൽ ദേശീയ ഗാനം പാടിയാൽ അത് യഥാർത്ഥത്തിൽ ദേശീയ ഗാനത്തിൻ്റെ മഹത്വത്തിന് കുറച്ചിലാണ് ഉണ്ടാക്കുക, ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ അതേ പരാതിക്കാരൻ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്ന ഈ വിധി സമ്പാദിച്ചിരിക്കുന്നതും. അതുകൊണ്ട് ഈ തിയേറ്ററുകളിലൊക്കെ പാടേണ്ട ഒന്നാണ് ദേശീയ ഗാനം. അവിടെ നമ്മൾ ആ ദേശീയ ഗാനത്തെ അങ്ങനെ ബഹുമാനിച്ചാലേ ദേശീയത കൈവരൂ എന്നൊക്കെ പറയുന്നതിൽ ധാരാളം അബദ്ധങ്ങളില്ലേ? ഇല്ല, അതല്ലല്ലോ സബ്ജക്റ്റ്. ഇവിടെ പ്രശ്നം ദേശീയ ഗാനത്തോട് എപ്പോൾ അനാദരവ് കാണിക്കുന്നു എന്നുള്ളതല്ല, ദേശീയ ഗാനത്തോട് അനാദരവ് കാണിച്ചോ എന്നുള്ളതാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഇത് താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധി, അതായത് രണ്ട് ഡിസ്പ്യൂട്ടാണ്, രണ്ട് കേസാണ്. ഒന്ന്, തിയേറ്ററുകളിൽ ദേശീയ ഗാനം പാടാമോ, ഫിലിം ഫെസ്റ്റിവലിൽ ദേശീയ ഗാനം ഈ രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. രണ്ടും രണ്ട് കേസാണ്, രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ ഫിലിം ഫെസ്റ്റിവലിന് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മളെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇന്ന് നിലനിൽക്കുന്ന നിയമ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതനുസരിച്ചുകൊണ്ട് എല്ലാ ഷോയ്ക്കും മുൻപിലായി ഈ ദേശീയ ഗാനം ആലപിക്കപ്പെടുന്നു. ഇതെല്ലാവർക്കും അറിവുള്ളവരാണ്, അറിവില്ലാത്തവരാരുമല്ല ഈ സിനിമ ആസ്വദിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നത്. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള ഒരു കോലാഹലത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇതൊരു കപട ദേശീയതയാക്കി അല്ലെങ്കിൽ RSSൻ്റെയും BJPയുടെയും പരാമർശിക്കപ്പെട്ടതുപോലെയുള്ള കുറേ കാലങ്ങളായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദിക്ക് മാത്രം അവകാശപ്പെട്ട ജനഗണമനയോ ദേശീയ ഗാനമോ ഒന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. അവർക്ക് ഇതുമായി യാതൊരു ബാധ്യതയുമില്ല എന്നും എക്കാലവും അവരുടെ നിലപാടും നയ സമീപനങ്ങളും എല്ലാവർക്കും വ്യക്തതയുള്ളതാണ്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കപട ദേശീയത ഉപയോഗപ്പെടുത്തുന്നതിലേക്ക് ഏത് വിവാദം കെട്ടിച്ചമച്ചാലും അതിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല. അതിനപ്പുറത്ത് ഇന്ന് നിലനിൽക്കുന്ന രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന സംഗതികളെ ഏതൊരു പൗരനും ബഹുമാനിച്ചേ പറ്റൂ. അല്ലാത്ത തരത്തിൽ നടക്കുന്ന ഏത് ചർച്ചയും ഈ രാജ്യത്തെ അപകടകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കൂ എന്ന വിശാലമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളടക്കം ഇതിനെ തീർച്ചയായും എതിർക്കുന്നത്. ശ്രീ മേജർ രവി, ദേശീയ പ്രതീകങ്ങളെ, ദേശീയ പതാകയെ, ദേശീയ ഗാനത്തെ, ദേശീയ ചിഹ്നത്തെ ആദരിക്കുക എന്നുള്ളത് നിയമപരമായി പൗരൻ്റെ ബാധ്യതയാണ്. അത് നിറവേറ്റപ്പെടാതിരിക്കുമ്പോഴാണ് നിയമപ്രശ്നങ്ങൾ വരുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ശരി, അത് നിയമപരമായ ബാധ്യതയാണ്. പക്ഷേ ഇതുപോലെ സിനിമ പോലെയുള്ള സന്ദർഭങ്ങളിൽ ദേശീയ ഗാനത്തെ ബഹുമാനിക്കത്തക്ക തരത്തിൽ ആളുകൾക്ക് പെരുമാറേണ്ടി വരുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ? കോടതികൾ അങ്ങനെ ഇപ്പോൾ സിനിമാ തിയേറ്ററിലോ ബാറിലോ ഹോട്ടലുകളിലോ വസ്ത്രശാലകളിലോ ഒക്കെ ദേശീയ ഗാനം പാടണം എന്ന് നിർബന്ധം പിടിക്കുന്നത് യുക്തിസഹമാണോ? ശരിയല്ല. കാരണം ഇതിവർ ഓർഡർ കൊടുത്തിട്ടുള്ളതും എനിക്ക് തോന്നുന്നത് സിനിമ തുടങ്ങുന്നതിന് മുന്നേ ദേശീയ ഗാനം ഉണ്ടാവും, എണീറ്റ് നിൽക്കണം. അതൊരു യൂഷ്വൽ വീക്ക് ടു വീക്ക് വെള്ളിയാഴ്ച റിലീസാവുന്ന പടത്തിന് ഒരു ഷോയ്ക്ക് വരുന്ന ആള് പിറ്റത്തെ ഷോയ്ക്ക് വരുന്നില്ല. അപ്പം ആ സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഇപ്പം വരുന്നവർക്ക് ഒരേ ആളുകൾ തന്നെയാണ് പല സിനിമകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഈ 5 സിനിമയും കാണുന്ന സമയത്ത് ഇതിങ്ങനെ വരുന്ന സമയത്ത് ദേശീയ ഗാനത്തിനെ വെറുതെ ഈ ഫിലിം ഫെസ്റ്റിവലിനകത്തോട് വലിച്ചഴിച്ചിരിക്കുകയാണ്. ഇതാദ്യമേ ഇവര് സംഘാടകര് ഇത് പറയുന്നത് ഇതൊരു ഫിലിം ഫെസ്റ്റിവലാണ്, ഇതിനകത്ത് പല വിധത്തിലുള്ള സിനിമകളും വരുന്നുണ്ട്, കാണികളെല്ലാം ഒന്ന് തന്നെയാണ്, അവർ ടിക്കറ്റ് എടുത്തിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ആളുകളാണ് ഈ കാണികളെല്ലാം. അപ്പൊ അവർക്കെല്ലാം ഇതുപോലുള്ള അസഹിഷ്ണുത ഉണ്ടായിരിക്കും എന്നുള്ളത് കണ്ടുകൊണ്ട് നമ്മൾ ഈ ദേശീയ ഗാനത്തിനെ ഇങ്ങനൊരു വിവാദത്തിലോട്ട് വലിച്ചളച്ചതിന് തെറ്റാണ്. പിന്നെ എനിക്ക് മുന്നേ സംസാരിച്ച 2-3 ആൾക്കാർ പറഞ്ഞു ഇതിനകത്ത് മോദി, RSS, ജനസംഘം, BJP എന്നെല്ലാം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പം നമ്മുടെ ഇവിടുത്തെ കേരളത്തിന്റെ CPM സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ സാർ പറഞ്ഞിട്ടുള്ള പ്രസ്താവന, ദേശീയ ഗാനം കേൾക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആ സിനിമ കാണാൻ കൊണ്ട എന്ന് പറഞ്ഞ ആ CPMന്റെ നേതാവാണത് പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ ദേശസ്നേഹത്തിന് നിങ്ങൾ സംസാരിക്കൂ. ആ സമയത്ത് പാർട്ടിപരമായിട്ട് മറ്റുള്ളവരെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അവരെ കുറിച്ച് കുറ്റം പറയലോ ഇത് അവരുടെ അജണ്ടയാണ്, അത് തെറ്റാണ്. ഇവിടെ നമ്മുടെ ആളുകൾ, നമ്മൾ ഭരിക്കുന്ന CM ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എഗൻസ്റ്റ് ആയിട്ട്? ദേശീയഗാനം കേട്ട് കഴിഞ്ഞാൽ ആരും എഴുന്നേറ്റ് നിൽക്കണ്ട എന്നുള്ളത് നമ്മുടെ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള ലെഫ്റ്റ് പാർട്ടികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതിനകത്ത് ഒരു പാർട്ടി ഇല്ല.
ഒരു ജാതിയില്ല, മതമില്ല, ഇത് ഒരു ജാതിക്കാരെയും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സംഘാടകർ ഇത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. സംഘാടകർ ശ്രദ്ധിക്കണമെന്നുള്ള പോയിന്റിൽ താങ്കൾ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീ സനൽകുമാർ ശശിധരൻ, 52 സെക്കൻഡ് നേരം എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ആരോഗ്യവാനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിസ്സാരമായ ഒരു കാര്യമാണ്. അത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു കാര്യമാണ്. ഇവിടെ സർക്കാരിൻ്റെ ഒരു മേള നടക്കുന്നു. അവിടെ കാണികളായി എത്തുന്ന ആളുകൾ ഇല്ല, ഞങ്ങൾ എഴുന്നേൽക്കില്ല എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്? ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത് 52 സെക്കൻഡ് എണീറ്റ് നിൽക്കുന്നതോ 2 മണിക്കൂർ എണീറ്റ് നിൽക്കുന്നതോ അല്ല വിഷയം. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉചിതമല്ലാത്ത ഒരു സ്ഥലത്ത് ദേശീയ ഗാനം പോലെ വളരെ പവിത്രമായ ഒരു സംഗതിയെ അവിടെ കൊണ്ട് വലിച്ചിഴച്ച് നശിപ്പിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇത് ആരും പറയുന്നില്ല ദേശീയ ഗാനത്തെ ആദരിക്കരുതെന്നോ അക്കാര്യത്തിൽ കോടതിയിൽ ഇക്കാര്യത്തിലുള്ള തെറ്റ് അല്ലെങ്കിൽ ഇക്കാര്യത്തിലുള്ള അനൗചിത്യം ചൂണ്ടിക്കാണിക്കാമല്ലോ. ഏത് സന്ദർഭത്തിലായാലും 1950 ഭരണഘടനാ അസംബ്ലി ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ച ആ ഗീതത്തെ ബഹുമാനിക്കാതിരിക്കുക, അത് ഏത് സന്ദർഭത്തിലും ആയിക്കോട്ടെ, ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളത് ഒരു പ്രതിഷേധ രീതിയാണോ? തീർച്ചയായിട്ടും നമ്മൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. എല്ലാവർക്കും കോടതിയിൽ പോയി കേസ് നടത്താൻ സൗകര്യം ഉണ്ടാവില്ല. ചില കാര്യങ്ങളെ ബഹുമാനിക്കാതിരിക്കും, അറസ്റ്റ് വരിക്കും, നാഷണൽ ഡിസ്കോഴ്സ് ഉണ്ടാവും, ചർച്ചകളുണ്ടാവും. ചർച്ചകളിലൂടെയാണ് അടുത്ത് നിയമം ശരിയാണോ ഇല്ലയോ എന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ ഞാനും ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഗാന്ധിജിയുടെ കാലത്ത് മുതൽ ഇങ്ങനെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാകും. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല വളഞ്ഞ വഴികളിലൂടെയും ഫാഷിസം കുത്തിവെക്കുന്ന ഒരു കാലഘട്ടം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് ഒന്ന് വിശദീകരിക്കണം. കാരണം ദേശീയ ഗാനം എങ്ങനെയാണ് ഫാസിസത്തിന്റെ ഒരു ഉപകരണമായി മാറുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ദേശീയ ഗാനം പാടുമ്പോൾ വിയോജിക്കുന്നു എന്ന് പറയുന്നു. ആരോട് വിയോജിക്കുന്നു? സ്റ്റേറ്റിനോട് വിയോജിക്കുന്നുവെങ്കിൽ എന്ത് കാരണത്താൽ വിയോജിക്കുന്നു? എന്താണ് ദേശീയ ഗാനം കേൾക്കുമ്പോൾ വിയോജിക്കാനുള്ള പ്രേരണ, പ്രകോപനം? അല്ല, ദേശീയതയെ ആരുടെയെങ്കിലും കുത്തകയായിട്ട് മാറ്റുകയും ദേശീയ പതാക, ദേശീയ ഗാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരുടെയെങ്കിലും കുത്തകയാക്കി മാറ്റി അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും ജനതയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച് ജനതയുടെ ഒരു മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് അല്ല, ആ പ്രവണത എങ്ങനെ? ഒന്ന്, ഇത് സംസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ നടത്തുന്ന മേള ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല. അവിടെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് രാജ്യത്തെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി നൽകിയ നിർദ്ദേശപ്രകാരം. അതല്ലാതെ മറ്റ് ഭരണകൂട അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്ന എന്ത് ഏർപ്പാട് ഇതിനകത്തുണ്ട്? ഭരണകൂട അജണ്ടകൾ തോക്ക് കൊണ്ടുവന്നിട്ട് പൗരനോട് എണീറ്റ് നിൽക്കാൻ പറയുന്നിടത്ത് മാത്രമല്ല, പൊതുബോധത്തിൽ ഇത് പതിയെ കുത്തിവെക്കുന്നതിലൂടെയും വരും. ഈ 13,000 ആളുകൾ പങ്കെടുക്കുന്ന മേളയിൽ പലരും ഇതിപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആളുകൾ മനസ്സിൽ തെറി പറഞ്ഞുകൊണ്ട് എണീറ്റ് നിൽക്കുന്ന എത്ര പേര് എനിക്കറിയാം. ഭയം കൊണ്ട് ഇരുന്നാൽ പിടിച്ചകത്തിടുമോ എന്നുള്ള പേടി കൊണ്ട് ഉള്ളിൽ ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് നിൽക്കുന്ന എത്ര പേര് എനിക്കറിയാം. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. എത്ര പേരെ അറിയാം? അത് അനാദരവല്ലേ? ഇക്കാര്യത്തിൽ അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. യഥാർത്ഥത്തിൽ ദേശീയ ഗാനം എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, ഇന്ത്യയുടെ ദേശീയതയുടെ പ്രസക്തി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ്, കൈമോശം വന്ന് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് പൊതുവേദികളിൽ ദേശീയ ഗാനം വളരെ പ്രാധാന്യത്തോടു കൂടി പാടണം, അല്ലെങ്കിൽ ആ നിലയിൽ ആദരിക്കപ്പെടണം എന്ന നിലയിലേക്ക് ഗവൺമെൻറ്റുകളും ഭരണഘടന അനുസൃതമായ തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. അതിനെ അംഗീകരിക്കാതെ തന്നെ ഇത്തരത്തിൽ പൊതുവേദിയിൽ ഈ വിധത്തിൽ ചോദ്യം ചെയ്യുന്നത് അത് കൂടുതൽ ദോഷമുണ്ടാക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ ഫിലിം ഫെസ്റ്റിവലിൽ മാത്രമല്ലല്ലോ ഇതുണ്ടായിട്ടുള്ളത്. സർക്കാർ തിയേറ്ററുകളിൽ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിനിമാ പ്രവർത്തകർ, ഇപ്പോൾ സിനിമാ മന്ത്രിയായി KV ഗണേഷ് കുമാർ പ്രവർത്തിച്ചിരുന്ന വേളയിലാണ് KSFDCയുടെ തിയേറ്ററുകളിൽ ദേശീയ ഗാന ആലാപനം തുടങ്ങിയത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് ഈ നിയമനിഷേധത്തിന് വേണ്ടി ഇപ്പോൾ തുനിഞ്ഞിറങ്ങി പുറപ്പെട്ടിട്ടുള്ള ആളുകൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുണ്ട് എങ്കിൽ അവിടെ ദേശീയഗാനം ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ ഷോയ്ക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു സിനിമ കണ്ടിട്ട് അടുത്ത സിനിമ കാണുമ്പോൾ പോയി അവിടെ ദേശീയ ഗാനമുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഇതൊരു അനാവശ്യമായ ഒരു അവഹേളനമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് സിനിമയെ സംരക്ഷിക്കേണ്ട സിനിമാ പ്രവർത്തകർ തന്നെയാണ്. അല്ലാത്തിടത്തോളം
നിങ്ങൾ ഇത്തരത്തിൽ ഈ വിധത്തിലാണ് ചിന്തിക്കുന്നത് എന്ന ഒരു സന്ദേശമാണ് പൊതുവേദികളിൽ പകർന്നു നൽകുന്നത് എങ്കിൽ നിങ്ങളെ എതിർക്കേണ്ടി വരും. ശ്രീ സനൽകുമാർ ശശിധരൻ, ദേശീയ ഗാനം, ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങൾ ഇതൊന്നും ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ലല്ലോ, എല്ലാ ഇന്ത്യക്കാരൻ്റേതുമാണ്. അപ്പോൾ ദേശീയ പതാകയെ ബഹുമാനിക്കുക, ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ ഫാസിസ്റ്റ് അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ അങ്ങനെ ദേശീയതയിൽ അഭിരമിക്കുന്നവരല്ല എന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ദേശീയ ഗാനവും ദേശീയ പതാകയും ഒക്കെ നിങ്ങൾ സംഘപരിവാറിനെയാണ് വിമർശിക്കുന്നതെങ്കിൽ സംഘപരിവാറിന് തീരെഴുതി കൊടുത്തോ? അവർക്ക് ഈ രൂപത്തിൽ അത് ആവശ്യമുണ്ടെന്ന് പോലും തോന്നുന്നില്ല. തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയരുത്. ഇത് വളരെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉചിതമല്ലാത്ത വേദിയിലാണ് ദേശീയ ഗാനം ആലപിക്കണമെന്നും അത് ആലപിക്കുമ്പോൾ എണീറ്റ് നിന്നുകൊള്ളണമെന്നൊക്കെയുള്ള ഉത്തരവുകൾ വരുന്നത്. സിനിമാ ഹാളിലായിട്ട് മാത്രം ഇത് മാറ്റണം. സർക്കസുകൾ നടക്കുമ്പോഴും ഗാനമേള നടക്കുമ്പോഴും മിമിക്സ് പരേഡ് നടക്കുമ്പോഴും ഒക്കെ നടത്തിക്കൂടെ? ശരി, അതായത് സ്റ്റേറ്റിനോടുള്ള വിയോജിപ്പല്ല, ദേശീയതയോടുള്ള വിയോജിപ്പല്ല, അനൗചിത്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. ശ്രീ രാഹുൽ ഈശ്വർ, അനൗചിത്യം ഇപ്പോൾ ഈ സിനിമാ പ്രവർത്തകർ പറയുന്നതല്ല. ജസ്റ്റിസ് വി എൻ ഖരയും ജസ്റ്റിസ് എസ് എസ് കബാഡിയും ജസ്റ്റിസ് എസ് എസ് സിൻഹയും ഉൾപ്പെട്ട ബെഞ്ച് കരൺ ജോഹർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ അത് വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞതാണ്. അന്ന് കോടതി പറഞ്ഞത് ഈ സിനിമാ ഹാളിൽ ദേശീയ ഗാനം കേൾപ്പിച്ച് അതിനെ എഴുന്നേറ്റ് നിൽക്കുക എന്ന പ്രക്രിയ ദേശീയ ഗാനത്തിൻ്റെ ഡിഗ്നിറ്റിക്ക് കോട്ടമേ വരുത്തുകയുള്ളൂ. ഇങ്ങനെ ഒരു ഡിസോർഡർ ക്രിയേറ്റ് ചെയ്ത്, ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കേണ്ട ഒന്നല്ല ദേശീയത. അതുകൊണ്ട് ഞങ്ങൾ ഈ ഓർഡർ സെറ്റ് സൈഡ് ചെയ്യുന്നു എന്നായിരുന്നു അന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നത്. അപ്പോൾ ഇത് ഏതെങ്കിലും ചില സിനിമാ പ്രവർത്തകരുടെയോ സാംസ്കാരിക പ്രവർത്തകരുടെയോ ഒന്നും കാഴ്ചപ്പാടല്ല. സുപ്രീം കോടതിക്ക് തന്നെ സിനിമാ ഹാളിൽ ഇങ്ങനെ ദേശീയ ഗാനം പ്രദർശിപ്പിച്ചാൽ അത് ദേശീയ ഗാനത്തിൻ്റെ മഹത്വത്തിന് കോട്ടമുണ്ടാക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. സുപ്രീം കോടതി ഒരു ഏകശിലാ രൂപമല്ല. നമ്മുടെ നാട്ടിൽ ശ്രീ മനോജിനെ പോലെ ഇത്രയും രാഷ്ട്രീയ ജ്ഞാനമുള്ള ഒരു വ്യക്തി ജഡ്ജിമാർക്ക് പൊളിറ്റിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഓറിയന്റേഷൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ കേരളത്തിലെ 2 ഡസനിൽ പരം അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ 2 ഡസനിൽ പരം ജഡ്ജിമാരുടെ പേരും പൊളിറ്റിക്കൽ ഓറിയന്റേഷനും വേണമെങ്കിൽ ഞാൻ ഇപ്പം പറയാം. പക്ഷേ അവരുടെ പേരുകളും അങ്ങനെ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതൊരു തെറ്റൊന്നുമല്ല. അത് ആശയപരമായി എല്ലാ അഡ്വാൻസ് ഡെമോക്രസീസും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഒരു സൈഡ് ലിബറലും മറ്റൊരു സൈഡ് കൺസർവേറ്റീവും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ അതൊക്കെ പറഞ്ഞിട്ടാണ് ഇലക്ഷൻ പോലും പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മാത്രമേ ഇതിങ്ങനെ ഒളിച്ചു കടത്തി മിണ്ടാതിരുന്ന് ഒരു ഹിപ്പോക്രസിയിൽ നിൽക്കുന്നുള്ളൂ. ഈ രീതിയിൽ ഒരു ഓറിയന്റേഷൻ ഉള്ള സത്യമാണ്. 1986 ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ ഹൈക്കോടതി ശക്തമായിട്ട് ജനഗണമന പാടണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് സുപ്രീം കോടതി അമിതമായ ഒരു ലിബറൽ പൊസിഷൻ എടുത്തു. ഓവർ ലീനിയന്റ് ആയിരുന്നു. കേരള ഹൈക്കോടതിയുടെ വിധിയെ വിമർശിച്ചുകൊണ്ട് ഇറ്റ് വെന്റ് ഓഫ് ടാൻജന്റ് എന്നൊക്കെ പറഞ്ഞു. അന്ന് തന്നെ നിയമ സർക്കിൾസിൽ വളരെ അത്ഭുതം ഉണ്ടാക്കി. സുപ്രീം കോടതി അത്രമാത്രം ലീനിയന്റ് ആയ ഒരു സമീപനം എടുക്കണോ എന്ന സംശയം ഉണ്ടായി. ജസ്റ്റിസ് ദീപക് മിശ്രയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം തന്നെ മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ വിധി അദ്ദേഹം തന്നെ വീണ്ടും എടുക്കുന്നതിലെ അനൗചിത്യം ചിലർ ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും സുപ്രീം കോടതി കുറെ കൂടെ ഒരു റൈറ്റ് ലീനിങ് പൊസിഷൻ എടുത്തു. അതായത് ദേശീയ ഗാനം വേണമെന്നും ആൾക്കാർ നിർബന്ധമായി എണീച്ചു നിൽക്കണമെന്നും ആ സമയത്ത് കഥകൾ അടച്ചിടണമെന്നും എന്നൊരു നിലപാടെടുത്തു. സുപ്രീം കോടതിക്ക് ഇതേപോലെ കക്ഷി രാഷ്ട്രീയമല്ല, ആശയപരമായ ലെഫ്റ്റും റൈറ്റും റീനിങ്ങും ഉണ്ട്. അത് സുപ്രീം കോടതി വിധികൾ പഠിക്കുന്ന ആർക്കും മനസ്സിലാകുകയും ചെയ്യും. ആ രീതിയിൽ ഞങ്ങളുടെ എല്ലാം വലതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം ആരും ദേശീയത തല്ലി ഏൽപ്പിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ദേശീയ ഗാനത്തെ ബോധപൂർവമായി അവഹേളിക്കാൻ ഒരു 4-5 പേരോ എണീച്ചു നിന്ന് അത് നരേന്ദ്രമോദിയുടെ തലയെ കെട്ടിവെച്ച് BJP RS വിരോധം അതിന്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? വളരെ പ്രസക്തമായ ഒരു കാര്യം നമ്മൾ ഗവൺമെന്റിനോടാണ് നമ്മൾ ഗവൺമെന്റിനോട് സ്റ്റേറ്റിനോട് നയങ്ങളോട് ഒക്കെ ഉള്ള വിയോജിപ്പല്ല, നിഷേധിക്കുന്ന രീതിയിൽ അതല്ല അനൗചിത്യം. സിനിമാ ഹാളിൽ ഈ ദേശീയ ഗാനം പാടുന്നത് അനൗചിത്യമാണ് എന്ന നിലപാടാണ് ഇപ്പോൾ ശ്രീ സനൽകുമാർ ശശിധരൻ ചൂണ്ടിക്കാണിച്ചത്. സിനിമാ ഹാളിൽ ഈ ദേശീയ ഗാനം ഇങ്ങനെ അവതരിപ്പിക്കുന്നത് അനൗചിത്യമാണ് എന്ന നിരീക്ഷണമല്ല എന്ന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് 2004. ഞാൻ നേരത്തെ ആ കേസ് ചൂണ്ടിക്കാണിച്ച വിധിയിലെ വാചകങ്ങൾ അതേപടി വായിച്ചുവല്ലോ. സുപ്രീം കോടതി തന്നെ, ഇപ്പോഴത്തെ വിധിയല്ല, ഇതിന് മുൻപത്തെ വിധിയിൽ വളരെ വ്യക്തമായി ഒരു സിനിമാ ഹാളിൽ ദേശീയ ഗാനത്തെ ആദരിക്കുക എന്നുള്ളത് അപ്രായോഗികമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്റ്റേറ്റിനോടുള്ള വിമർശനം വിട്ടേക്കൂ, ഇത് ദേശീയ ഗാനത്തെ അപഹസിക്കുന്നതിന് തുല്യമാണ് എന്ന വാദത്തിലേക്ക് വരാം. അല്ല, അത് അപഹസിക്കുന്ന കാര്യം അങ്ങനെ പറയരുത്. കാര്യം കബി ഖുഷി കബി ഗമിലടക്കം ഇടയ്ക്ക് ദേശീയ ഗാനം വരുന്നതിന്റെ ഒരു കാര്യത്തിന്റെ മേലാണ് ആദ്യം തർക്കം ഉണ്ടായത്. ഇനി അതിന്റെ മറ്റു വശങ്ങൾ നമുക്ക് എടുക്കാം. പക്ഷേ സുപ്രീം കോടതിയാണ് ഈ കാര്യത്തിലെ ഒരു ഫൈനൽ അഡ്ജൂഡിക്കേറ്റർ. സുപ്രീം കോടതി പറയുന്നത് പോലെ വി ആർ ഫൈനൽ
എന്ന അല്ലെങ്കിൽ വി ആർ നോട്ട് ഫൈനൽ ബിക്കോസ് വി ആർ റൈറ്റ് ബട്ട് വി ആർ റൈറ്റ് ബിക്കോസ് വി ആർ ഫൈനൽ എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട്. ഇന്ത്യ ഒരു ജനാധിപത്യ സംവിധാനമാണല്ലോ. സുപ്രീം കോടതിയാണ് പരമോന്നത നീതിപീഠം. ഇതിന്റെ അഡ്വാൻസ്ഡ് ഹിയറിംഗിൽ കുറെ കൂടെ ഒരു ഡയലൂഷൻ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു കാര്യം കൂടി ഓർക്കണം, ദീപക് മിശ്രയാണ് അടുത്ത ചീഫ് ജസ്റ്റിസ്. അടുത്ത ഒരു 1-2 വർഷക്കാലം ദീപക് മിശ്രയാണ് അവിടെ ഏറ്റവും ശക്തനായി നിൽക്കാൻ പോകുന്ന ജഡ്ജി. അതുകൊണ്ട് ഈ വിധി ഓവർടേൺഡ് ആകാനുള്ള സാധ്യതകൾ വിരളമാണ്. തൽക്കാലം നമ്മുടെ ലോ ഓഫ് ലാൻഡ് ഇതാണ്. ഇതിന് ചില കാര്യങ്ങളിൽ എക്സംഷൻസോ ചില കാര്യങ്ങളിൽ ഒരു വാട്ടറിംഗ് ഡൗണോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഈ വിഷയത്തിന് ആത്മാർത്ഥമായ ഒരു ആശയപരമായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു തീവ്ര ലിബറൽ, ഒരു തീവ്ര ലെഫ്റ്റ് ലിബറലുകൾ ചെയ്യുന്നത് അവർക്ക് പ്രതിഷേധിക്കാൻ മനോജ് 1950 മുതൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ആയി അംഗീകരിച്ച, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച അന്ന് മുതൽ ഇങ്ങോട്ട് ദേശീയ ഗാനമായി എല്ലാ ഇന്ത്യക്കാരും ചൊല്ലുന്ന ഒന്നാണ് ജനഗണമന. അതേക്കുറിച്ച് തീവ്ര വലതുപക്ഷമാണ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇടതുപക്ഷം അത് പിൻപറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും രവീന്ദ്രനാഥ ടാഗോർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഉയർന്ന വിവാദങ്ങളിൽ അദ്ദേഹം അതിശക്തമായ ഭാഷയിൽ അന്ന് അതിന് മറുപടി കൊടുത്തിരുന്നു. എനിക്ക് എങ്ങനെയാണ് ജോർജ് അഞ്ചാമനെ സ്തുതിക്കാനാവുക? ജോർജ് അഞ്ചാമൻ ഇന്ത്യയുടെ ഭാഗ്യവിധാതാവാണെന്ന് ഞാൻ കരുതും എന്ന് കരുതുന്ന വിഡ്ഢികളോട് എനിക്കൊന്നും പറയാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അയച്ച കത്തുകൾ ചേർത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ആ തർക്കം തീവ്ര വലതുപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ആ ദേശീയ ഗാനം പാടണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം. അതുമായി ബന്ധപ്പെട്ട് അതിനെ അനാദരിക്കരുത് എന്ന നിയമമുണ്ട്. എഴുന്നേറ്റ് നിൽക്കണം എന്ന ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതിയുടെ ഡയറക്ഷനുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാർ ഒരു മേള നടത്തുകയാണ്. സർക്കാർ മേള നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളെല്ലാം ഒഴിവാക്കാനുള്ള ബാധ്യത സ്വാഭാവികമായും സർക്കാരിൽ വന്നു ചേർന്നിട്ടില്ലേ? അത് എനിക്ക് തോന്നുന്നത് ഔചിത്യത്തിൻ്റെ പ്രശ്നമാണ്. ഔചിത്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ, നിലനിൽക്കുന്ന സമ്പ്രദായങ്ങൾ അതിനനുസരിച്ച് പോകണോ അതിന് വിരുദ്ധമായി പോകണോ എന്നതാണ് ഔചിത്യത്തിൻ്റെ പ്രശ്നം. ആ വിരുദ്ധമായി പോകുമ്പോൾ അതിനെന്തെങ്കിലും കൃത്യമായ കാരണം വേണം, കൃത്യമായ ഫലം വേണം. ഇവിടെ ഈ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ടാണ് ഈ തിയേറ്ററുകളിൽ ദേശീയഗാനം ആലപിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ഒരു സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ നേരത്തെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അഭിലാഷേ, ഞാനും അഭിലാഷും ഈ രാഹുൽ ഈശ്വറും എല്ലാം എണീച്ചു നിന്ന് ഈ ദേശീയഗാനം പാടേണ്ടി വരും. അത് സുപ്രീം കോടതി പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനം അനുസരിച്ച് അത് അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി അതല്ല, അത് അട്ടിമറിക്കണമെങ്കിൽ വിപ്ലവം നടക്കണം. ഞങ്ങൾ ആത്യന്തികമായിട്ട് വിപ്ലവത്തിൽ നിൽക്കുന്നവരാണ്. പക്ഷേ ആ വിപ്ലവം നടക്കുന്നത് വരെ നിലവിലുള്ള നിയമവ്യവസ്ഥ അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ബാധ്യസ്ഥരാകുന്ന നാം ഇപ്പോൾ ഈ തിയേറ്ററുകളിൽ പോയി, നമുക്കറിയാം, നേരത്തെ സനൽ ശശിധരൻ പറഞ്ഞത് ശരിയാണ്, ഇപ്പോൾ എല്ലാ ആളുകളും ഈ ദേശീയതയോടും അല്ലെങ്കിൽ ജനഗണമന പാടിയാലേ ദേശീയത ഉണരൂ എന്ന് കരുതിയൊന്നുമല്ല എണീച്ച് നിൽക്കുന്നത്. പല ആളുകളും ഇതൊരു ചടങ്ങിനായും അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ട് എണീച്ച് നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെയെങ്കിലും എണീച്ച് നിൽക്കാതെ ഇതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ഇരുന്നു കൊണ്ടാണ് എന്ന് പറയുന്നതിൽ അപഹാസ്യതയും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം അനാവശ്യമായി അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം അവർക്ക് രാഷ്ട്രീയമായി ഉണ്ടാവാനില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതായി പൊതുസമൂഹം മനസ്സിലാക്കാനുമില്ല. അവരുടെ ഫ്രസ്ട്രേഷൻ അത് ഇരുന്നു കൊണ്ട് തീർക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് അവർ വിനിയോഗിക്കുന്നത് എന്ന് പറയാം. എന്നാൽ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളനുസരിച്ച് പോലീസിന് ആക്ഷൻ എടുത്തേ മതിയാവും. ആ പോലീസ് അവരെ പിടിച്ചു കൊണ്ടുപോകുന്നു, ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ കേസെടുക്കുന്നു, വിടുന്നു. അത്രയേ ഉള്ളൂ ഇതിൽ കാര്യം. അല്ലാതെ ഇതിലെന്തോ കത്തിപ്പടരുന്ന ദേശീയതയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുടെയോ ഒന്നുമല്ല. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞു തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ വിഷയം. അത് കോടതി തെറ്റായൊരു വിധി. അദ്ദേഹം വലതുപക്ഷം എന്ന് പറയുന്നു. എന്തായാലും കോടതിയുടെ വിധി, ആ വിധിയെ വിമർശിക്കാൻ നമുക്കെല്ലാം അവകാശമുണ്ട്. ആ വിധി ഈ സിനിമാ തിയേറ്ററുകളിലൊക്കെ നേരത്തെ ഡീൻ കുര്യാക്കോസ് തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതല്ല ശരി. ഏത് സിനിമയായാലും അത് ചിലപ്പോൾ ദേശീയോദ്ഗ്രഥന പ്രചോദിതമായ സിനിമയാകാം, അശ്ലീല സിനിമയാകാം, അല്ലെങ്കിൽ മറ്റ് അച്ഛൻ മകളെ വളരെ മോശമായി പെരുമാറുന്ന സിനിമ നമ്മൾ ലീല കണ്ടല്ലോ ഈ അടുത്ത്, ആ സിനിമയാകാം, അങ്ങനെ പലതരത്തിലുള്ള സിനിമയാകാം. ആ സിനിമയ്ക്ക് മുമ്പ് നമ്മൾ ദേശസ്നേഹം പ്രകടിപ്പിക്കാൻ ജനഗണമന പാടണം എന്ന് പറയുന്നതിലുള്ള അനൗചിത്യവും കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഔചിത്യത്തിന്റെ പ്രശ്നം ഈ കാര്യത്തിൽ തീർച്ചയായും മറ്റെന്തിനേക്കാൾ അധികമുണ്ട്. അത് പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കളോട് തന്നെയാണ് എൻ്റെ ചോദ്യം. നേരത്തെ ഈ സൂചിപ്പിക്കപ്പെട്ട ജഡ്ജിയെക്കുറിച്ച്, ഇത് കോടതി അലക്ഷ്യമാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ദേശീയ ഗാനം ഒരു ഒബ്സഷനാണെന്ന് അദ്ദേഹത്തിൻ്റെ മുൻ ജഡ്ജ്മെൻറ്റുകൾ തന്നെ പരിശോധിച്ചാൽ അറിയാം. ഇതിൽ 14 കൊല്ലം മുൻപ് ഹർജി കൊടുത്തയാളും ഇപ്പോൾ ഈ വിധിക്ക് ആധാരമായി ഹർജി കൊടുത്ത ആളും ഒരാളാണ്, ശ്യാം നാരായൺ ചൗസ്തി.
ഇനി അദ്ദേഹം ശ്രീ മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ടെലിവിഷൻ ചാനലുകൾ ഡിബേറ്റ് തുടങ്ങുന്നതിന് മുൻപ് 52 സെക്കൻഡ് ദേശീയഗാനം പ്ലേ ചെയ്യണം എന്ന് ഉത്തരവിടുമോ എന്ന് നമുക്കറിയില്ല. ഉത്തരവിട്ടാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ. പക്ഷേ ഈ നിലയ്ക്ക് നമ്മുടെ ദേശീയ പ്രതീകങ്ങളെ, ദേശീയ ഗാനം അടക്കമുള്ളവയെ ഈ നിലയ്ക്ക് ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു പൗരനെ സംബന്ധിച്ച് അങ്ങനെയും തോന്നാമല്ലോ. എൻ്റെ രാജ്യത്തിൻ്റെ, ഞാൻ അഭിമാന പ്രചോദിതമായി പാടുന്ന ദേശീയ ഗാനത്തെ എവിടെയും കൊണ്ട് അലക്കാനുള്ള ഒന്നല്ലല്ലോ എന്ന രീതിയിലും വിയോജിപ്പ് തോന്നാമല്ലോ. എനിക്ക് സുപ്രീം കോടതിയിലെ എല്ലാ ജഡ്ജിമാരും ദൈവത്തിന്റെ പ്രതീകങ്ങളാണ്. പക്ഷെ തുറന്നു പറയുന്നതിന് വിഷമിക്കണം, അതിന് കോടതി ഇലക്ഷൻ വന്നാലും എനിക്ക് കുഴപ്പമില്ല. ജസ്റ്റിസ് ദീപക് മിശ്ര എന്ന് പറഞ്ഞാൽ കോടതിയിലെ ഒരു അർണബ് ഗോസ്വാമിയാണ്. അതാണ് സത്യം. മാധ്യമപ്രവർത്തകരിലെ അർണബ് ഗോസ്വാമി പോലാണ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബിഹേവിയർ. തിരിച്ച് ഇടതുപക്ഷത്തും അങ്ങനെ ആൾക്കാരുണ്ട്. ഉദാഹരണം ശ്രീ മാർക്കണ്ഡേയ കഡ്ജു, അനാവശ്യമായ ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ ഏജന്റ് ആണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു തീവ്ര ഇടത് സ്വഭാവം, അരുന്ധതി റോയുടെ ഒക്കെ സ്വഭാവം കാണിക്കുന്ന ആളാണ് മാർക്കണ്ഡേയ കഡ്ജു. ഇതേപോലെ ഒരു കുറച്ച് വലതോട്ട് ചാഞ്ഞു നിൽക്കുന്ന ജസ്റ്റിയാണ് ദീപക് മിശ്ര. ഇതാണ് അതിന്റെ സത്യസന്ധമായ കാര്യം. അദ്ദേഹം ഒരു ഹിന്ദു റൈറ്റ് അല്ല, പക്ഷെ ഒരു റൈറ്റ് ലിബറൽ എന്നൊക്കെ വിളിക്കാവുന്ന ആളാണ്. കാര്യം ഇദ്ദേഹമാണ് ജല്ലിക്കെട്ടിന്റെ വിധി തരുന്നത്, ഇദ്ദേഹമാണ് ശബരിമല കേസിൽ അനാവശ്യമായി ഓവർ സിലസ് ആയി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ദീപക് മിശ്രയെ വളരെ ആഴത്തിൽ പഠിക്കാൻ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കേസിന്റെ കാര്യത്തിലും കൂടെ ആഴത്തിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇത് കോടതിയിൽ ഇരിക്കുന്ന ആർക്കും അറിയാം. അത്യാവശ്യം നമ്മുടെ ഹൈക്കോടതിയെങ്കിലും കണ്ടിട്ടുള്ള കുറച്ച് സീനിയർ അഭിഭാഷകർക്കോ രാഷ്ട്രീയക്കാർക്കോ എല്ലാം ജഡ്ജിമാരുടെ പൊളിറ്റിക്കൽ ഓറിയന്റേഷനും ഏത് ബെഞ്ചിൽ പോയ ഏത് വിധി കിട്ടും, അല്ലെങ്കിൽ ഏത് ബെഞ്ചിന് ഏതൊക്കെ തരത്തിലുള്ള വ്യത്യസ്തകൾ ഉണ്ടാവും, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ജസ്റ്റിസ് ദീപക് മിശ്രയാണ് അടുത്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ചില വിധികൾ എല്ലാ ബഹുമാനത്തോടെയും ആദരവോടെയും ക്ഷമാപണത്തോടെയും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓവർ ആക്ടിവിസ്റ്റിന്റെ ടിഞ്ച് ഉള്ള വിധികളാണ് അദ്ദേഹത്തിൻ്റെത് വരുന്നത്. ഈ വിധി തന്നെ ദേശീയഗാനം വേണമെന്നുള്ളതാണ് നിലപാട്. പക്ഷേ ദേശീയഗാനത്തിനെ ഒരു അമിതമായ കോൺട്രവേഴ്സിയിലേക്ക് വലിച്ചവെക്കാതെ കുറെ കൂടെ മിതമായി അതിനെ ഒരു ന്യൂആൻസ്, ചെക്ക് ആൻഡ് ബാലൻസ് വെച്ച് ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ ഒരു അപ്പീൽ ആരെങ്കിലും തന്നെ കൊടുക്കണം. എന്നിട്ട് ഈ IFFK പോലുള്ള വേദികളിൽ 20 പ്രാവശ്യം ഒന്നും ദേശീയഗാനം പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം മാത്രമല്ല, ഒരു വിധിയും കൂടെ ഉണ്ട്, പലരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. ദേശീയഗാനത്തിന്റെ പഴയ വേർഷൻ മാത്രമേ ഇപ്പം നമ്മുടെ തിയേറ്ററിൽ ഇടാൻ പറ്റൂ. AR റഹ്മാൻ ചെയ്ത മനോഹരമായ വേർഷൻ ഉണ്ട്, ഇടയ്ക്ക് ഡിസേബിൾഡ് ആയ ആൾക്കാരെ വെച്ച് ചെയ്ത നല്ല വേർഷൻ ഉണ്ട്. ഇത്തരം വേർഷൻ ഒന്നും ഇടാനും പറ്റില്ല. പണ്ട് കേട്ട ജനഗണമനയുടെ ഒരു പ്രത്യേക ട്യൂണിൽ മാത്രമേ ഇതിടാൻ പറ്റൂ തുടങ്ങിയ അനാവശ്യമായ റിജിഡായ ചില കാര്യങ്ങൾ ലീഗൽ ടേംസിൽ ഇതിൽ വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായും ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഡീൻ കുര്യാക്കോസ്, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് നിർബന്ധിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, കേരളവുമായി ബന്ധപ്പെട്ട കേസ് കൂടിയാണ് ബിജോ ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ യഹോവ സാക്ഷികൾക്ക് ദേശീയഗാനം പാടുമ്പോൾ ആ കൂട്ടത്തിൽ ചേരാൻ കഴിയില്ല എന്ന വിഷയം വന്നപ്പോൾ 2 കുട്ടികളെ കോട്ടയത്ത് പുറത്താക്കി സ്കൂളിൽ നിന്ന്. പക്ഷേ സുപ്രീം കോടതി അവരെ തിരിച്ചെടുക്കാൻ ഉത്തരവിടുകയാണ് ചെയ്തത്. ആ വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയത് ദർ ഈസ് നോ പ്രൊവിഷൻ ഓഫ് ലോ വിച്ച് ഒബ്ലിഗ്സ് എനിവൺ ടു സിംഗ് ദ നാഷണൽ ആന്തം എന്നുള്ളതാണ്. സുപ്രീം കോടതി വളരെ ശരിയായാണ് നിയമം വ്യാഖ്യാനിച്ചത്. രാജ്യത്ത് ഒരു നിയമവുമില്ല നിങ്ങൾ നിർബന്ധപൂർവ്വം ദേശീയഗാനം പാടിക്കൊള്ളണം എന്ന്, അതിനെ അനാദരിക്കരുതെന്നേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്കൊക്കെ ഇനിയിപ്പോൾ ദേശീയഗാനത്തെ ഈ നിലയ്ക്ക് ഇത് ഓരോ പൗരൻ്റെയും ഈ വിധിയിൽ തന്നെ വിശുദ്ധമായ ഉത്തരവാദിത്തം, സേക്രഡ് റെസ്പോൺസിബിലിറ്റി എന്നാണ് സുപ്രീം കോടതി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ നിലയ്ക്കൊക്കെ നീതിപീഠങ്ങൾ ദേശീയബോധത്തെ ഉദ്ഘാടിക്കാൻ നടക്കേണ്ടതുണ്ടോ? അല്ല, ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബൈൻഡിങ് ആയ ഒരു കോടതി ഉത്തരവാണ് ബിജോ ഇമ്മാനുവൽ കേസ്. ആ കേസിൽ ഈ പറഞ്ഞതുപോലെ അവിടെ ആർട്ടിക്കിൾ 25A അനുസരിച്ചുള്ള മതപരമായ അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന വിധത്തിലേക്ക് ദേശീയഗാന ആലാപനം വരുന്നു എന്നുള്ളതായിരുന്നു ആ കേസിൽ വന്ന് ചോദ്യം ചെയ്യപ്പെട്ടത്. യഥാർത്ഥത്തിൽ അന്ന് കോടതി പറഞ്ഞത് അപ്പോൾ ദേശീയഗാനത്തെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നാൽ മതി. ആ കേസിൻ്റെ വിധിന്യായം അതുതന്നെയാണ്. കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ദേശീയഗാന ആലാപനം ഉണ്ടാകുമ്പോൾ അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അതിനെ ബഹുമാനിക്കുന്ന തരത്തിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയഗാനം ആലപിക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുസദസ്സുകളിൽ പ്ലേ ചെയ്യപ്പെടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. നാഷണൽ ഹോണർ ആക്റ്റിൽ ഈ പറഞ്ഞതുപോലെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കുക എന്നാണ് പറയുന്നതെങ്കിലും അതിനുശേഷം വന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്, ഈ ബിജോ ഇമ്മാനുവൽ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സമ്പൂർണ്ണമായ വ്യാഖ്യാനങ്ങളും ഗവൺമെൻറ്റുകളുടെ നിലപാടുകളും അച്ചടക്ക നടപടികളും ഒക്കെ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ബൈൻഡിംഗ് ആയി ഇന്ന് നിലനിൽക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ കേസുകളെ സംബന്ധിച്ച് നമ്മൾ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിഷേധിക്കാനാവില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി പറയാനുള്ളത്, ഇവിടെ രാഹുൽ ഈശ്വർ അദ്ദേഹം തന്നെ ഇപ്പോൾ അവസാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് ഇവിടെ പ്രശ്നം.
RSSനെ സംബന്ധിച്ചും ഇല്ലെങ്കിൽ രാഹുൽ ഈശ്വരനെ പോലെയുള്ള തീവ്ര വലതുപക്ഷവാദികളെ സംബന്ധിച്ചും ദേശീയ ഗാനം എന്ന് പറയുന്നത് ട്യൂൺ മാറ്റി പാടാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യവും മഹത്വവും അവിടെ കുറഞ്ഞു പോവുകയാണ്. യഥാർത്ഥത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ഏത് വിധത്തിലാണോ ദേശീയ ഗാനത്തിൻ്റെ പരിപാവനത കാത്തു സംരക്ഷിക്കാൻ അന്ന് അതിനെ സ്ഥാപിച്ചത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളന വേദിയിൽ പിന്നീട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അത് അംഗീകരിച്ചത്, അത് അതേ നിലയിൽ തന്നെ അംഗീകരിക്കപ്പെടണം. അതല്ലാതെ അതിനെ ട്യൂൺ മാറ്റി സിനിമാ ഗാനമാക്കി ആലപിക്കാനാണ് എങ്കിൽ ദേശീയത എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ വേർഷൻ നമ്മൾ ഇതിനിടയിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയെ, ഇത് നരേന്ദ്രമോദിയും തമ്മിൽ എന്താണ് ഈ ഡിബേറ്റിൽ ബന്ധം? ഈ ഡിബേറ്റ് വർഷങ്ങളായി ഉള്ളതാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയത വളർന്നു അല്ലെങ്കിൽ വളർത്തണം, അതിനുവേണ്ടി ദേശീയ ഗാനം എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ശ്രീ സനൽകുമാർ ശശിധരൻ, അതാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തെയോ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയെയോ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെയോ ഒന്നും ഈ ദേശീയ ഗാനവുമായി കൂട്ടിക്കെട്ടാൻ യാതൊരു വസ്തുതയും നിലനിൽക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയുമല്ല. ദേശീയ ഗാനം എല്ലാവരും പാടണം എന്ന് പോലുമല്ല. ദേശീയ ഗാനം പാടുമ്പോൾ കാണിക്കേണ്ട ഏറ്റവും പരിമിതമായ ബഹുമാനം. ഇപ്പോൾ ഇവിടെ ശ്രീ ഡീൻ കുര്യാക്കോസ് സൂചിപ്പിച്ച കേസിലെ ബിജോയ് ഇമ്മാനുവൽ കേസിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നതും അതാണ്. പ്രോപ്പർ റെസ്പെക്ട് ഈസ് ഷോൺ ടു ദ നാഷണൽ ആന്തം ബൈ സ്റ്റാൻഡിംഗ് അപ്പ് വെൻ ദ നാഷണൽ ആന്തം ഈസ് സങ്. ദേശീയ ഗാനം പാടുമ്പോൾ 52 സെക്കൻഡ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക എന്നത് പോലും ചെയ്യാൻ പറ്റാത്ത പൗരന്മാരാണ് ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഈ പറയുന്ന സംഗതികൾക്ക് എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ പോക്കറ്റിൽ ചില്ലറ കാശുണ്ടെങ്കിൽ അത് നമ്മൾ വഴിയിൽ കാണുന്നവർക്കൊക്കെ കൊടുക്കും. വിലയുള്ള നോട്ടുകളൊക്കെ നമ്മൾ പൂഴ്ത്തി വയ്ക്കും. അതുപോലെയാണ് ഈ ദേശീയഗാനത്തിൻ്റെ കാര്യം. ദേശീയഗാനത്തിന് വിലയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ദേശീയഗാനം തിയേറ്ററിൽ 7 പ്രാവശ്യം പാടണമെന്നൊന്നും ഒരു മനുഷ്യനും പറയില്ല. പാവം ദേശീയഗാനം പേടിച്ച് നിലവിളിക്കും. കുറച്ചെങ്കിലും നമ്മൾ അതിനോട് മാന്യത കാണിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ചെയ്യേണ്ടത് അത് പാടേണ്ട വേദികളുണ്ട്. നമ്മൾ ഇതുവരെയും, ഇതാണ് ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതുവരെയുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ദേശീയഗാനം ആലപിക്കുന്നതിനോ ആരെങ്കിലും തടസ്സപ്പെടുത്തിക്കൊണ്ടോ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഒരിടത്തും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് എന്ത് ഔചിത്യത്തിൻ്റെ പേരിലാണ് തിയേറ്ററിൽ ദേശീയ ഗാനം ആലപിക്കണം, നിർബന്ധപൂർവ്വം എണീറ്റ് നിൽക്കണം എന്നൊക്കെയുള്ള റൂളിങ്ങുകൾ വരുന്നത്? അല്ല, തീർച്ചയായും ശ്രീ സനൽകുമാർ, ഇക്കാര്യത്തിൽ സുപ്രീം കോടതി അന്തിമ വിധി വരുന്നത് വരെ കാത്തിരിക്കാമല്ലോ. ഇക്കാര്യത്തിൽ ഇനിയും നിയമ പോരാട്ടം നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ശരി, ഇതുമായി ബന്ധപ്പെട്ട് ഈ അനൗചിത്യം നിശ്ചയമായും മുൻപൊരിക്കൽ സുപ്രീം കോടതി നിരീക്ഷിച്ചതാണ്. ഈ അനൗചിത്യം ചൂണ്ടിക്കാണിച്ച് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്ന ജഡ്ജി ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ പുറപ്പെടുവിച്ച ഉത്തരവിനെ കോടതി അസാധുവാക്കിയതാണ്. ഇതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇനി ഈ കേസിൽ വരുന്ന അന്തിമ ഉത്തരവ് വരെ കാത്തിരിക്കാമല്ലോ. എന്തായാലും താങ്കൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനം അവിടെ ആലപിക്കപ്പെടുകയാണ്. അതിനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ബഹുമാനിക്കാൻ 52 സെക്കൻഡ് നേരം എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാഥമികമായ ചോദ്യം. അല്ലല്ല, 52 സെക്കൻഡിന്റെ കാര്യമല്ല പ്രശ്നം. ദേശീയ ഗാനം എവിടെ ആലപിച്ചുകൂടാ എന്നും കൂടി പറയുന്നുണ്ട്. ദേശീയ ഗാനത്തെ വാണിജ്യപരമായിട്ട് ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തിയേറ്റർ എന്ന് പറയുന്നത് ഒരു വാണിജ്യ സ്ഥാപനമാണ്. അവിടെ ജനങ്ങൾ പോകുന്നത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാനാണ്. അവിടെ എന്റർടൈൻമെന്റ് വാങ്ങുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. അങ്ങനെ വിൽപ്പനയും വാങ്ങലും നടക്കുന്ന ഒരു സ്ഥലത്ത് ദേശീയ ഗാനം അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സംഗതിയാണെന്ന് വിചാരിക്കുന്നത് തന്നെ വളരെ തെറ്റല്ലേ? ശരി, ഇനിയിപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ, ഈ സിനിമാ ഉത്സവം എന്ന് പറയുന്നത് ഒരു പൊതു ചടങ്ങാണ് എന്ന് തന്നെ വെക്കുക. പക്ഷേ എല്ലാ ദിവസവും ഈ തിയേറ്ററുകളിൽ നടക്കുന്നത് ഏതെങ്കിലും ഒരു, ശരി, തിയേറ്ററിനെ ഒരു പൊതു സ്പേസ് എന്ന് തന്നെ കണ്ടാലും അവിടെ ഒരു കച്ചവട പ്രവർത്തനമാണല്ലോ നടത്തുന്നത്. എന്തിനവിടെ ദേശീയ ഗാനം എന്നുള്ള ചോദ്യം ചോദിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെയല്ല, സുപ്രീം കോടതിയിൽ ഇനി ഈ കേസ് വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ അത്? അല്ല, അങ്ങനെയല്ല. 2 കാര്യങ്ങളാണിതിൽ. ദേശീയ ഗാനത്തെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ്. അല്ലാതെ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ സ്കൂളിൽ ഫീസ് മേടിക്കുന്നുണ്ട്, അങ്ങനെ ഫീസ് മേടിക്കുന്ന അല്ലെങ്കിൽ ക്യാപിറ്റേഷൻ മേടിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ദേശീയ ഗാനം പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ പറ്റില്ല. ഇത് ഈ അർത്ഥത്തിൽ നമുക്ക് തിരിച്ച് നല്ലൊരു വാദഗതി ഉന്നയിക്കാം. സുപ്രീം കോടതിയിൽ ഒരിക്കൽ മറ്റൊരു കേസ് വന്നതാണ്. സുപ്രീം കോടതി ദേശീയ ഗാനം എല്ലാ ദിവസവും രാവിലെ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവസാനിക്കുമ്പോഴും ചെയ്യണമെന്ന്. പക്ഷേ സുപ്രീം കോടതിയെ തെളിയതിന്റെ ഗ്രൗണ്ട് വേറെയാണ്. പെറ്റീഷൻ പ്രോപ്പർ രീതിയിലല്ല വന്നതെന്ന്. പൊതുവേ ഒരു നിലപാട് കൂടുതൽ ദേശീയത
വേണം. നമ്മുടെ ദേശീയത എന്ന് പറഞ്ഞാൽ ഒരു ഗാന്ധിയൻ ദേശീയതയാണ്. ഇടതാണെങ്കിലും വലുതാണെങ്കിലും അംഗീകരിക്കുന്നത് ഈ ഗാന്ധിയൻ മിഡിൽ ഗ്രൗണ്ടിനെയാണ്. ആ ഗാന്ധിയൻ ദേശീയതയുടെ ഭാഗമായിട്ടാണ് ജനഗണമന വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ത്രിവർണ്ണ പതാക വന്നത്. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം വന്നത്. ഇതിനെ ഒരു തീവ്ര വലതിലേക്കോ തീവ്ര ഇടതിലേക്കോ കൊണ്ടുപോകാതെ ഒരു മധ്യ ഗ്രൗണ്ടിൽ നിർത്തുന്നതാണ് ഇന്ന് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എന്ന വിശ്വമാനവികനായ നോബൽ സമ്മാന ജേതാവായ, പല അർത്ഥത്തിലും ദേശീയതയേക്കാൾ പ്രധാനമാണ് മാനവികത എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുദേവ് ടാഗോറിന്റെ വചനങ്ങളുള്ള ഈ ജനഗണമന. അപ്പോൾ ആ ജനഗണമനെ അതിന്റെ ഒരു പ്രോപ്പർ റൈറ്റിൽ അല്ലെങ്കിൽ പ്രോപ്പർ സ്പിരിറ്റിൽ തീർച്ചയായും അതിന്റെ പ്രോപ്പർ സ്പിരിറ്റിൽ ബഹുമാനിക്കാൻ എന്താണ് പോരായ്മ? ശ്രീ പി എം മനോജ്, താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭഗവദ്ധ്വജത്തെ അല്ല, കാവിക്കൊടിയെ അല്ല, ത്രിവർണ്ണ പതാകയെയാണ് സ്വീകരിച്ചത്. അത് ഇന്ത്യയുടെ മുഴുവൻ ബഹുസ്വരതയും ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു. അതുപോലെ തന്നെ ആനന്ദമഠം പുസ്തകത്തിലെ വന്ദേ മാതരത്തെ അല്ല ഇന്ത്യയുടെ ദേശീയ ഗാനമായി ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചത്, അങ്ങനെ വാദം ഉയർന്നെങ്കിൽ പോലും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഏതെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമോ ഏതെങ്കിലും ഒരു സവിശേഷ പ്രത്യയ ശാസ്ത്രത്തിന് ഹൈജാക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളൊന്നും. അങ്ങനെയിരിക്കെ അങ്ങനെ ബഹുസ്വരമായ ഒരു രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ദേശീയ പ്രതീകങ്ങളെ ഞങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായി ബഹുമാനിക്കാനാകില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാകുമോ? അല്ല, അതിൽ ചരിത്രപരമായ ഉദാഹരണങ്ങളുണ്ട്. സിന്ധ് എന്ന വാക്ക്, സിന്ധ് പാകിസ്ഥാനിൽ പോയില്ലേ, അതുകൊണ്ട് ഇനി വേണോ എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. അപ്പോൾ എന്താണ് ഉത്തരം വന്നത്? സിന്ധ് അതൊരു സംസ്കാരമാണ്, അത് ഇന്ത്യയുടെ ഭാഗമാണ് ആ സംസ്കാരം, അതുകൊണ്ട് ആ വാക്ക് മാറ്റേണ്ടതില്ല എന്നാണ് ഉത്തരം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദേശീയ ഗാനം എന്നത് ഇന്ത്യയുടെ സ്വത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. ഇവിടെ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ശ്രീ രാഹുൽ ഈശ്വറാണ് ഡീൻ കുര്യാക്കോസിനേക്കാൾ ഭേദം എന്നെനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഡീൻ കുര്യാക്കോസ് എന്താ പറഞ്ഞത്? അന്നത്തെ അതേ സംഗീതത്തോടെ ഇപ്പോൾ ആലപിച്ചാലേ ദേശീയ ഗാനമാവുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഡീൻ കുര്യാക്കോസ് കാരണം ഗാന്ധി ഇട്ടാ പോലെ ഒരു വേഷ്ടിയും ഒരു മുണ്ടും ഇട്ടിട്ട് അദ്ദേഹം വന്നാൽ മതിയല്ലോ. അല്ല, ഡീൻ കുര്യാക്കോസ് എന്താ കരുതിയത്? അംഗീകരിക്കാനാവില്ല. എ ആർ റഹ്മാന്റെ രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്താണ്? എ ആർ റഹ്മാന്റെ ജനഗണമന അത് എപ്പോഴാണ് അദ്ദേഹം ആലപിച്ചത്? എന്താണ് അതിന്റെ ലക്ഷ്യം? അതിന്റെ ലക്ഷ്യം എന്താണ്? ജനഗണമന എന്നത് ജനഗണമന തന്നെ ആളിന്റെ മനസ്സിനനുസരിച്ച് ഹൃദയത്തിനനുസരിച്ചിട്ടാണ്. ഒരിക്കലും അംഗീകരിക്കാനാവില്ല. പ്രതികരണം വരിക. നിങ്ങളുടെ പ്രത്യയശാസ്ത്ര വീക്ഷണത്തിന്റെ പ്രശ്നമാണത്. നിങ്ങളുടെ പ്രത്യയശാസ്ത്ര വീക്ഷണത്തിന്റെ പ്രശ്നമാണത്. എങ്ങനെ ആലപിക്കണം എന്നുള്ളതല്ല, തീർച്ചയായും ദേശീയഗാനത്തെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് വിഷയം. ഇല്ല, ഇത് നിങ്ങളുടെ പ്രത്യയശാസ്ത്ര വീക്ഷണത്തിന്റെ പ്രശ്നമാണിത്. ഒരിക്കലും അതായത് ഞാൻ പറയട്ടെ, ഇന്ത്യ ഒരു നിമിഷം അദ്ദേഹത്തിന് ഒരു വാചകം പൂർത്തീകരിച്ചിട്ട് എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം. ഒരു നിമിഷം, വളരെ പെട്ടെന്ന്. ശരി, വളരെ പെട്ടെന്ന്. ഒറ്റ കാര്യം കൂടി അതായത് ഡീൻ കുര്യാക്കോസ് പറയട്ടെ, അതായത് RSSന്റെ BJPയുടെ ഒരു സമ്മേളനത്തിൽ പോയി ബലിദാനികൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.